ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? കാണുമ്പോൾ തന്നെ മനസ്സിലാവും. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്, അതോ തമ്പാനൂരാണ്. ഇതാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, അതോ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മളിവിടുന്ന് ഒരു പുത്തൻ യാത്ര തുടങ്ങുകയാണ്. ഞാനിവിടുന്ന് ചെന്നൈയിലേക്കാണ് പോകുന്നത്. ചെന്നൈയിലേക്കെന്ന് പറയുമ്പോൾ ഡോക്ടർ MGR ചെന്നൈ സെൻട്രലിലേക്ക്. നമ്മളിന്ന് പോകുന്നത് ഇവിടുന്ന് ചെന്നൈയിലേക്കുള്ള രാജധാനി എക്സ്പ്രസ്സിലാണ്. ചെന്നൈയിലേക്ക് രാജധാനി എക്സ്പ്രസ് ഇല്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ പിന്നെ ചെന്നൈയിലേക്കുള്ള ദുരന്തോ എക്സ്പ്രസ് എന്ന് പറയാം. അതും ഇല്ലല്ലേ. ചെന്നൈയിലേക്കുള്ള പഴയ ദുരന്തോ എക്സ്പ്രസ്സാണ്, അഥവാ 22208 ചെന്നൈ സെൻട്രൽ AC സൂപ്പർ ഫാസ്റ്റാണ് നമ്മുടെ ഇന്ന യാത്ര. ഇവിടുന്ന് 7:15 ട്രെയിൻ പുറപ്പെടുന്നത്. സമയം ഇപ്പോൾ 5 മണിയായിട്ടേ ഉള്ളൂ. നമുക്കിനി 2 മണിക്കൂറിന് മേലെ ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് പ്ലാറ്റ്ഫോമിൽ എവിടെയെങ്കിലും സ്ഥലം കിട്ടുന്നൊരു സ്ഥലത്ത് ഇരിക്കാം. അങ്ങനെ ഇരുന്നിരുന്ന് മണി 6:07. നമ്മുടെ വണ്ടിയുടെ കാര്യം ഇതൊരു അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇനി 1.25 മണിക്കൂറോ അല്ല, 1 മണിക്കൂർ 10 മിനിറ്റ് കഷ്ടിച്ചുണ്ട്. മീൻ വൈൽ ഒരു ട്രെയിൻ അതോട് കയറി വരുന്നുണ്ട്. ഇതേതാണെന്ന് വെച്ചാൽ നമ്മുടെ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ആണ്. നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇവനെ അങ്കമാലി വെച്ച് ഓവർടേക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. വന്ദേ ഭാരത് 3 മണിക്ക് ഇവിടെ എത്തിയായിരുന്നു. വന്ദേ ഭാരത് ഇവിടെ 3 മണിക്ക് എത്തിയിട്ട് 4 മണിക്ക് തിരിച്ചും പോയി. ഈ വണ്ടി അങ്കമാലി വെച്ച് ഓവർടേക്ക് ചെയ്താണ്. അതിൽ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുന്നുള്ളൂ. ഇതാണ് ആ വണ്ടി, ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ്. WAP 739334 ആണല്ലോ ഇപ്പോൾ വഡോദര ട്രെയിൻ. യാത്രക്കാരും ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 2208 MT റേക്ക് പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് വരുന്നു. അതായത് നമ്മുടെ വണ്ടിയുടെ MT റേക്ക് പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് വരുന്നുണ്ടെന്ന്. കുറച്ചധികം നേരമായിട്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ ഇൻഫർമേഷൻ ഒന്നുമില്ല. അവിടുത്തെ ഡിസ്പ്ലേസിലും ഇൻഫർമേഷൻ ഒന്നുമില്ലായിരുന്നു. കാരണം ഡിസ്പ്ലേ നോക്കിയപ്പോൾ ഡിസ്പ്ലേ MT ആണ്. ഡിസ്പ്ലേയിൽ ഈ ട്രെയിൻ ഒഴികെ ബാക്കി എല്ലാ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഒന്ന് NTS എടുത്ത് നോക്കിയപ്പോൾ NTSൽ 4 കാണിച്ചു. അപ്പോൾ എന്നാൽ ശരി, ചുമ്മാ ഒരു റിസ്ക് എടുക്കാൻ, എന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ എന്ന് വെച്ചാൽ നേരെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ അനൗൺസ്മെൻറ്റ് വന്നത്. സമയം ഇപ്പോൾ 6:17. നമ്മുടെ റേക്ക് ജസ്റ്റ് ഉള്ളിലേക്ക് ഷണ്ട് ചെയ്ത് വരുന്നുണ്ട്. ആ കയറി വരാണ് നമ്മുടെ റേക്ക്. തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ശബരി എക്സ്പ്രസ് ആണ്. സെക്കൻഡറാബാദിൽ നിന്ന് വന്ന ശബരി എക്സ്പ്രസ്. നമ്മുടെ ജാംനഗർ ഇതുവരെ പോയിട്ടില്ല. ജാംനഗർ ഇപ്പോഴും പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പുറകെ പരശുരാം വരാനുണ്ട്. പരശുരാമിന് നമ്മൾ വന്ദേ ഭാരത്തിൽ ഫറൂഖിൽ ഓവർടേക്ക് ചെയ്താൽ അവരിതുവരെ എത്തിയിട്ടില്ല. ഇതാണ് നമ്മുടെ റേക്ക്. അതിൻ്റെ ബാക്കിലൊരു ഹൂട്ടർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന AC എക്സ്പ്രസ്. ജനറേറ്ററൊക്കെ റണ്ണിങ് ആണ്. ഇനിയൊരു വൻ സർപ്രൈസ് ഉള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ കോച്ച്. H1ലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വെസ്റ്റേൺ റെയിൽവേ 2009 ബിൽറ്റ് കോച്ചാണ്. ഇത്രയും പഴയ ഫസ്റ്റ് AC കോച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ AC 2 ടയർ. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് AC നമ്മുടെ യാത്ര. ഈ ട്രെയിൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ ചെന്നൈ സെൻട്രൽ AC എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു ദുരന്തോ അല്ലെങ്കിൽ രാജധാനി ക്ലാസ് ട്രെയിനാണ്. അപ്പോൾ ഫുഡിൻ്റെ ചാർജസ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഫെയർ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 9 AC 3 ടയർ, 2 AC 2 ടയർ, ഒരു ഫസ്റ്റ് AC, ഒരു പാൻട്രി കാറും 2 ജനറേറ്ററും. അങ്ങനെ മൊത്തം 15 കോച്ച് മാത്രമാണ് ഇതിനുള്ളത്. അപ്പോൾ ഫസ്റ്റ് AC എടുക്കാനുള്ളൊരു കാരണം നമ്മുടെ സദേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ദുരന്തോ ക്ലാസ്സിലുള്ള 2 വണ്ടികൾ ഒന്നിതാണ്. മറ്റേത് ചെന്നൈ ഹസരത് നിസാമുദ്ദീൻ ദുരന്തമാണ്. അത് നമുക്ക് എന്തെങ്കിലും ചാൻസിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. കാരണം നമ്മളെപ്പോഴും നമ്മൾ കഴിഞ്ഞ വർഷം യാത്ര ചെയ്ത 2 വണ്ടിയും നോർത്തേൺ റെയിൽവേയുടെ ആയിരുന്നു. അതിന് മുമ്പ് നമ്മൾ യാത്ര ചെയ്ത മുംബൈ ദുരന്തോ സെൻട്രൽ റെയിൽവേയുടെ ആയിരുന്നു. അപ്പോൾ സദേൺ റെയിൽവേയിൽ ഇങ്ങനത്തെ പ്രീമിയം കാറ്റഗറി വണ്ടികൾ അവരെങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ് പിന്നെ ഫസ്റ്റ് AC എടുത്തേക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് H1. ഇതാണ് നമ്മുടെ ട്രെയിൻ. തിരുവനന്തപുരം സെൻട്രൽ MGR ചെന്നൈ സെൻട്രൽ 2208 AC അതിവിരൈവ് വണ്ടി, അതായത് AC സൂപ്പർ ഫാസ്റ്റ്. ഇതാണ് നമ്മുടെ കോച്ച്. സദേൺ റെയിൽവേ തന്നെയാണ്. 098001 എന്നാണ് നമ്മുടെ കോച്ച് നമ്പർ. ഇത്രയും പഴയ LHB കോച്ചിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. അവർക്ക് ഞാൻ H ക്യാബിനിലാണ്. അപ്പോൾ നമ്മുടെ റേക്ക് ഷണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടു. തൊട്ടിപ്പോൾ മലബാർ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. മലബാർ എക്സ്പ്രസ്സിന് ലാലാഗുഡിയുടെ 30560 ആണല്ലോ ഇപ്പോൾ. WAP 7 ആണ് മലബാർ എക്സ്പ്രസ്.
മീൻവെൽ നമ്മുടെ വണ്ടിയിലേക്കുള്ള കാറ്ററിങ്ങിൻ്റെ സാമഗ്രികളൊക്കെ ഇതാ വരുന്നു. ഫുഡിൻ്റെ സംഭവങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഇതിന് ഓൾ ഇൻക്ലൂസീവ് ഫെയർ ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഫുഡിൻ്റെ സാധനങ്ങൾ ഇപ്പോൾ ബേസിൽ നിന്ന് ജസ്റ്റ് കൊണ്ടുവന്ന് കയറ്റുന്നു. നമുക്കുള്ള ലോക്കോ വന്നു 30724 ലാലാഗുഡയുടെ. ഇവിടെ 3 വാപ്സൺ കിടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. 3 ലാലാഗുഡയുടെ ലോക്കോസാണ്. അപ്പോൾ നമുക്കുള്ള ലോക്കോ കയറി വന്നു. ഞാൻ നേരത്തെ കണ്ട ലോക്കോ അല്ല, ഇത് റോയപുരത്തിൻ്റെ 3057 ആണ്. നേരത്തെ കണ്ട ലോക്കോ നേരെ ട്രിപ്പ് ഷെഡിലേക്ക് പോയി. ഇതാണ് നമ്മുടെ ലോക്കോ. ഷണ്ടിങ്ങിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. കംപ്ലിങ്ങിന് ട്രെയിനിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ലോക്കോ പൈലറ്റുമാരുണ്ട് ഷണ്ടിങ്. മീൻവൈൽ മലബാർ എക്സ്പ്രസ് അതിൻ്റെ മംഗലാപുരത്തേക്കുള്ള യാത്ര തുടങ്ങി. മലബാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പുറത്ത് മാവേലിയുടെ റൈക്ക് പോകുന്നുണ്ട്. അത് നമ്മുടെ തൊട്ട് പുറകെ അത് ഇറങ്ങുന്നു. അപ്പോൾ റോയപുരത്തിന് 30578 ഒന്ന് ചാർജ് എടുത്തു. ലോഗോ കപ്ലിംഗ് ഒക്കെ കഴിഞ്ഞു. അവരിനിപ്പോൾ HOG കേബിൾസൊക്കെ കണക്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ നമ്മുടെ കോച്ചിലേക്ക് പോട്ടെ. നമ്മുടെ കോച്ചൊക്കെ ഒന്ന് കാണട്ടെ. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന 4 പേരിരിക്കുന്ന ക്യാബിനിൽ ലോവർ ബർത്താണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി ബർത്തിലെ യാത്രക്കാർ എവിടുന്ന് കയറും എന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് നേരത്തെ കാണിച്ചായിരുന്നു 09801. ഞാനിന്ന് Hലാണ്. Hൽ ബർത്ത് നമ്പർ 21 ആണ്. അപ്പോൾ നമുക്കെന്നാൽ പതുക്കെ ഉള്ളിലേക്ക് കയറിയേക്കാം. ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. കയറട്ടെ എന്നാ ഉള്ളിലേക്ക് കയറുകയാണ്. നല്ല ഭംഗിയായിട്ട് ഡിസൈനായിട്ട് സ്റ്റിക്കറൊക്കെ ചെയ്യുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കെന്നാൽ പതുക്കെ ഉള്ളിലോട്ട് കയറാം. ആദ്യത്തെ തന്നെയാണ് H ആണ് എൻ്റെ. ഇതാണ് എൻ്റെ ബർത്ത്. ഇതാണ് എൻ്റെ ക്യാബിൻ. ഞാനതിൽ ബർത്ത് നമ്പർ 21ലാണ്. 3 ബർത്തിലൊരു വാട്ടർ ബോട്ടിൽ വെച്ചു. അപ്പോൾ 3 യാത്രക്കാരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിന്ന് പാലക്കാട് ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് കണ്ട പോലെ തന്നെ നല്ല അടിപൊളി ബ്ലാങ്കറ്റാണ്. അടിപൊളി ബ്ലാങ്കറ്റും പിങ്ക് കളർ ഇതും പില്ലോ കവറും. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയേഴ്സ്. 4 പേരുള്ള ക്യാബിനാണ്. നമ്മൾ ആദ്യമായിട്ട് 4 പേരുള്ള ക്യാബിനിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുമ്പ് ട്രാവൽ ചെയ്യുന്നത്, പക്ഷേ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇതിലെ ഈ സ്റ്റിക്കർ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ കോച്ചായിരുന്നു. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ഖരഗ്പൂർ ഡിവിഷൻ്റെ കോച്ചായിരുന്നു ഇത്. ഇതിപ്പോൾ സദേൺ റെയിൽവേയുടെ കാര്യം എത്തിയിരിക്കുന്നതാണ്. ഇതിനകത്ത് ഈ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ട്രേ ആണ് ഈ സെൻട്രൽ ട്രേ. മറ്റേ ഇതുപോലെ ചെറിയ ട്രേ അല്ല, അത്യാവശ്യം വലുപ്പമുണ്ട് ഈ ട്രേക്ക്. പിന്നെ നമ്മുടെ രാജധാനി എക്സ്പ്രസ്സിൽ കാണാറുള്ള മറ്റേ ടേബിളുകൾ ഇതിനകത്ത് കാണാനില്ല. വേസ്റ്റ് ബിന്നുമാർ അടിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുണ്ടോ, വേസ്റ്റ് ബിൻ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ എന്നാൽ പിന്നെ നമ്മുടെ വണ്ടിയുടെ ടോയ്ലറ്റൊക്കെ നോക്കിയേക്കാം. ഇത് ഷവറാണ്. ഇതിനകത്ത് ഹീറ്ററും മറ്റുമൊക്കെ ഉണ്ട്. ചെറിയ ഷവറാണ്, ഹാൻഡ് ഹെൽഡ് ഷവറാണ്. മറ്റേ കമ്മോഡിൽ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഫോസറ്റാണ് ഒരു ഷവറായിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ ആണ് ഇതിൻ്റെ ഒന്ന്. ഇപ്പുറത്തുള്ളത് ടോയ്ലറ്റാണ്. ഇപ്പുറത്തുള്ളത് വെസ്റ്റേൺ ടോയ്ലറ്റാണ്. നല്ല വൃത്തിയുണ്ട് കണ്ടിട്ട്. വെള്ളമുണ്ട് തറയില്ല, പക്ഷേ ഓവറോൾ നല്ല ക്ലീനിനെസ്. സമയം ഇപ്പോൾ 7:04. എൻ്റെ ക്യാബിനിലോട്ട് ഇതുവരെ വേറെ ആരും വന്നിട്ടില്ല. നമുക്കിനൊരു 10 മിനിറ്റ് കൊണ്ട് ഡിപ്പാർച്ചർ. നമ്മുടെ സ്റ്റാർട്ടർ ആയിക്കഴിഞ്ഞു. ആ കാണുന്നത് നമ്മുടെ സ്റ്റാർട്ടർ അല്ല, നമ്മുടെ സ്റ്റാർട്ടറല്ല, സോറി, അത് കന്യാകുമാരി മെമ്മുവിൻ്റെയാണ്. കന്യാകുമാരി കൊല്ലം മെമ്മുവിൻ്റെ സ്റ്റാർട്ടറാണിത്. കന്യാകുമാരി കൊല്ലം മെമ്മു ഇവിടെ വന്ന് ഉറപ്പുണ്ട്. നമ്മുടെ ജനറേറ്റർ ഇപ്പോൾ ജസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്തു. HOG ടേക്ക് ഓവർ ചെയ്തു. ആ കിടക്കുന്നതാണ് കന്യാകുമാരി കൊല്ലം മെമ്മു. അതിനുള്ള സ്റ്റാർട്ടറായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കന്യാകുമാരി കൊല്ലം മെമ്മു ഇതാ ഇറങ്ങിപ്പോന്നു. 3 ഫേസ് മെമ്മോ 8 കാർ. എയ്റ്റ് കോച്ച് മെമ്മൊക്കെ നിർത്തി എല്ലാം മിനിമം 12 കാർ ആക്കേണ്ട കാലം അതിക്രമിച്ചു. കാര്യം 8 കാർ കൊണ്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇവൻ ഒരു ബ്ലോക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. സമയമുണ്ട് നമുക്ക്. ഇപ്പോൾ സമയം 7:09 ആയതേ ഉള്ളൂ. നമുക്കിനി 6 മിനിറ്റും കൂടി ഉണ്ട്. കുഴപ്പമില്ല. ഞാനിപ്പോൾ നോക്കിയിട്ട് നമ്മുടെ ഇതിനകത്ത് ഫസ്റ്റ് AC ചാർട്ട് നോക്കിയിട്ട്, ഓൺലൈൻ ചാർട്ട് നോക്കിയിട്ട് നമ്മുടെ ഇതിനകത്ത് 22, 23, 24 3 ബർത്തും കോയമ്പത്തൂർ വരെ കാലിയാണ്. കോയമ്പത്തൂരിൽ നിന്ന് ബോർഡിംഗ് ആണോ അതോ കോയമ്പത്തൂർ കോട്ടയാണോ എന്നറിയില്ല. എന്തായാലും ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അത് കഴിഞ്ഞ് ആരെങ്കിലും കയറുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ കൊല്ലം മെമ്മു പോയി. നമ്മുടെ സ്റ്റാർട്ടറായി പെട്ടെന്ന് കയറിയിട്ടാണ്.
നമ്മൾ സ്റ്റാർട്ടറായി. നമ്മളിപ്പോൾ പുറപ്പെടുന്ന സമയം ഇപ്പോൾ 7:15 കറക്റ്റ്. ഹോണടിക്കലും അനങ്ങലൊക്കെ ഒരുമിച്ചായിരുന്നു. സമയം 7:15 കറക്റ്റ് സമയത്ത് നമ്മൾ പുറപ്പെട്ടു. തൊട്ടപ്പുറം മാവേലി എക്സ്പ്രസ്സിന് ലോക്ക് ആയതെന്ന് നോക്കിയേക്കാം. മാവേലി എക്സ്പ്രസ്സിന് 22388 ഈ റോഡിൻ്റെ വാപ്പ് 4. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉടനെ പുറപ്പെടുന്നതാണ് അനൗൺസ്മെൻറ്റ്. നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഈ കാണുന്നതാണ് തിരുവനന്തപുരത്ത് ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ 22208 തിരുവനന്തപുരം സെൻട്രൽ MGR ചെന്നൈ സെൻട്രൽ AC സൂപ്പർഫാസ്റ്റിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഈ ട്രെയിൻ എന്ന് പറയുന്നത് 2011 ദുരന്തോ എക്സ്പ്രസ് ആയിട്ടാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. 2012 വണ്ടി ഇൻട്രൊഡ്യൂസ് ആയി. അത് കഴിഞ്ഞ് പിന്നീട് എനിക്കൊന്ന് 2016 18 മറ്റുമാണ് ഇത് ദുരന്തോ എക്സ്പ്രസ് മാറിയത് സാധാരണ AC സൂപ്പർഫാസ്റ്റ് ആവുന്നത്. ഇതൊരു AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണെന്നുണ്ടെങ്കിലും ഇതിന് ദുരന്തോൻ്റെ അതേ കാറ്റഗറി തന്നെയാണ് ട്രെയിൻ ഇപ്പോഴും. അതുകൊണ്ട് ഇതിന് ഡൈനാമിക് ഫെയറും അതുപോലെ കാറ്ററിംഗ് സർവീസസും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് ഇതിൻ്റെ കോമ്പോസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വണ്ടിക്കകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൻ്റെ ഫെയറിനകത്ത് കാറ്ററിംഗ് ഇൻക്ലൂഡാണ്. ഫസ്റ്റ് ACക്ക് ഇതിൻ്റെ ഫെയർ എന്ന് പറയുന്നത് 3880 രൂപയാണ് ഫെയർ. അതിനകത്ത് 420 രൂപ കാറ്ററിംഗ് ചാർജസ് ആണ്. അപ്പോൾ 3880 രൂപ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ വരും നമുക്ക് വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഒരു ബസ്സിന്, പ്രൈവറ്റ് ബസ്സിന്, സ്ലീപ്പർ ബസ്സിന്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഞായറാഴ്ചയും ബുധനാഴ്ചയും തിരുവനന്തപുരത്തു നിന്നും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെന്നൈ സെൻട്രലിൽ നിന്നാണ് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചെന്നൈ സെൻട്രൽ ബേസ്ഡ് റേക്കാണ്. നല്ലൊരു സർവീസാണ്. ഇത് ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം നമുക്ക് ഇതേ ട്രെയിനിൽ ഞാൻ പാലക്കാട് നിന്ന് ചെന്നൈക്ക് യാത്ര അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 3rd ACക്കായിരുന്നു യാത്ര ചെയ്തത്. അതുപോലെ ഞാൻ 22207 അതായത് ചെന്നൈ സെൻട്രലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനും ഞാൻ ഒരു പ്രാവശ്യം ചെന്നൈ സെൻട്രലിൽ നിന്ന് തൃശ്ശൂർ വരെ യാത്ര ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു end to end റൈഡാണ് തിരുവനന്തപുരം മുതൽ അങ്ങ് ചെന്നൈ സെൻട്രൽ വരെ ചെയ്യുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കറക്റ്റ് സമയത്ത് പുറപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് തിരുവനന്തപുരം നോർത്ത് കൊച്ചുവേളി കഴിഞ്ഞു. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കൊല്ലത്താണ്. കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആലപ്പുഴയാണ് സ്റ്റോപ്പ്. ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ നേരെ തമിഴ്നാട്ടിലേക്ക് കയറും. തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാലും വളരെ നല്ല ഒരു സ്റ്റോപ്പേജ് പാറ്റേണാണ് ഈ ട്രെയിനുള്ളത്. കാരണം ഇത് പഴയൊരു ദുരന്തോ എക്സ്പ്രസ് ആണല്ലോ. ദുരന്തോ എക്സ്പ്രസ് കൺവേർട്ടായി വന്നതുകൊണ്ട് തന്നെ നല്ല സ്റ്റോപ്പേജ് പാറ്റേണാണ് ഇതിന്. അപ്പോൾ പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ കോയമ്പത്തൂർ, ഈറോഡ്, സേലം, പിന്നെ കാട്ട്പാടി, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ചെന്നൈ സെൻട്രൽ. അത്രയുള്ള സ്റ്റോപ്പുകൾ. നല്ല അടിപൊളി സ്റ്റോപ്പേജ് പാറ്റേൺ ആണ്. അപ്പോൾ നാളെ പകൽ നമുക്കൊരു അടിപൊളി റൺ കിട്ടും. അത് നമുക്ക് നാളെ പകൽ കവർ ചെയ്യാം. സമയം ഇപ്പോൾ 7:30 ആവുന്നു. അപ്പോൾ അല്പസമയത്തിന് നമുക്ക് ഡിന്നർ സർവീസ് അവർ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് സൂപ്പും അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ കോഴ്സ് ഡിന്നറും ഉണ്ട്. നാളെ മോർണിംഗ് ടീം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ വണ്ടിയിൽ തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ വരുന്നത്, എങ്ങനെ വരുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഡിന്നർ സർവീസ് തുടങ്ങി. ഡിന്നർ സർവീസിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇതിനകത്ത് മിക്സ്ഡ് വെജ് സൂപ്പാണ്. അവർ തന്നെ പൊട്ടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൊണ്ടുവന്ന് തന്നത്. പക്ഷെ അത് വെള്ളം അത് വല്ലാണ്ട് കട്ട് ചെയ്ത് പോയി. കുറച്ച് നേരത്തെ പണിയുണ്ട്. പിന്നെ സൂപ്പിൻ്റെ കൂടെ പതിവ് പോലെ സൂപ്പ് സ്റ്റിക്കും ബട്ടറും അതുപോലെ ഉപ്പും കുരുമുളകൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കാണിക്കാൻ മറന്നുമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷനിലേക്ക് അടുക്കുന്നു. തിരുവനന്തപുരം വിട്ട് കഴിഞ്ഞിട്ട് നോൺ സ്റ്റോപ്പ് റണ്ണായിരുന്നു. എവിടെയും അൺസ്കെഡ്യൂൾഡായിട്ട് പോയി നിർത്തിയിട്ടില്ല. വിട്ടടിച്ചിങ് പോരുമായിരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് കൊല്ലം ജംഗ്ഷനിലേക്ക് കയറാൻ പോകുന്നു. അതിന് മുമ്പ് ഇവിടെ നമ്മുടെ SN കോളേജിൻ്റെ പുറത്തുള്ള ഡെക്കറേഷനാണ് ഈ കാണുന്നത്. SN കോളേജിൻ്റെ പുറത്ത് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നേരം നല്ല വെളിച്ചം വന്നപ്പോഴും നമ്മൾ ക്രോസ് ചെയ്യില്ല. അപ്പോൾ കറക്റ്റ് ഇരുട്ടത്തോട്ട് വരുമ്പോൾ ക്രോസ് ചെയ്യണം. കേരള എക്സ്പ്രസ് ആയിരിക്കണം അത്. നമ്മൾ ഡിന്നർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊല്ലം വിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം.
മറ്റേ കൊല്ലം വളവിലാണ്. നമ്മുടെ ലോക്കോന് മൂന്നാമത്തെ കോച്ച് ആയതുകൊണ്ടേ വലുതായിട്ട് വളവ് കാണാൻ പറ്റില്ല. പക്ഷേ ഹെഡ് ലാമ്പിലൊക്കെ വ്യക്തമായിട്ട് കണ്ടുവിടാം ലോക്കോടെ. നമ്മൾ ജസ്റ്റ് കൊല്ലം ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. പതിവ് പോലെ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ മുന്നേ പുറപ്പെട്ടിട്ടുണ്ടായിരുന്ന കന്യാകുമാരി കൊല്ലം മെമു നമ്മൾ എവിടെ വെച്ച് ഓവർടേക്ക് ചെയ്ത്, എവിടെ വെച്ചാണ് ഓവർടേക്ക് ചെയ്യുന്നത് എക്സാക്ട്ലി ഞാൻ കണ്ടില്ല. ഈ കാണുന്ന തിരക്കൊന്നും നമുക്കുള്ളതല്ല കേട്ടോ. ഈ കാണുന്ന തിരക്കിൻ്റെ നല്ലൊരു ശതമാനവും പുറകെ വരുന്ന മാവേലിക്കുള്ള തിരക്കാണ്. നമുക്ക് ചെറിയൊരു പെർസെൻറ്റേജ് നമ്മുടെ വണ്ടിയിൽ കയറുള്ളൂ. കാര്യം ഇന്ന് 130 മേലെ ബർത്തുകൾ കാലി ഉണ്ടായിരുന്നു കറണ്ട് റിസർവേഷനിൽ. ഫസ്റ്റ് AC 5 ബർത്ത് ഉണ്ടായിരുന്നു. അതുപോലെ വേറെയും കാലി ഉണ്ടായിരുന്നു, സെക്കൻഡ് AC കാലി ഉണ്ടായിരുന്നു. വലിയ തിരക്കില്ല നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ ഈ ഉള്ളതിൽ കുറച്ച് തിരക്ക് നമുക്ക് കയറും, ബാക്കിയുള്ളതൊക്കെ മാവേലിക്കുള്ളതാണ്. ഷോർട്ട് ട്രേക്കാണ് മുഴുവൻ ഓടിക്കാൻ നിർത്തുമായിരിക്കുന്നത് വെച്ചു. പക്ഷേ മുഴുവൻ ഓടിച്ചിട്ട് തന്നെ നിർത്തിയത്. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി പച്ചയാണ്. സമയം 8:14. നമ്മൾ ഓൺ ടൈം ആണെന്ന് തോന്നുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ഏതൊരു വണ്ടി വരുന്നുണ്ട്. അത് ഏതാണെന്നും കൂടെ നോക്കിയേക്കാം. ഇത് ഇപ്പുറത്തെ സൈഡ് മെമു ഷെഡിൻ്റെ വർക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ പുരോഗമിക്കുന്നുണ്ട്. അതിനകത്തൊരു 16 കാർ മെമു കിടക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ കാണുന്ന ലൈറ്റ് എന്തോ ഷണ്ടിങ് എന്തോ തോന്നുന്നു. അവിടെ തന്നെ നിൽക്കുകയാണ് കുറച്ച് നേരിട്ട്, കയറി വരുന്നില്ല. നമ്മളങ്ങനെ കൊല്ലത്തുനിന്ന് പുറപ്പെടുകയായി. സമയം ഇപ്പോൾ 8:16. കൊല്ലത്തുനിന്ന് വിട്ടുകൊണ്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കായംകുളം സ്കിപ്പ് പറ്റുകയാണെങ്കിൽ ക്യാപ്ചർ ചെയ്യാം. കായംകുളം സ്കിപ്പ് നമ്മൾ രാജധാനിയിലൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഒരു രസമല്ല. നമുക്ക് കായംകുളം സ്കിപ്പ് കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് നമുക്ക് ആലപ്പുഴയിലാണ്. ഈ ട്രെയിൻ ആലപ്പുഴ വഴി പോകുന്നത്. ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെയുള്ള സ്റ്റോപ്പ് എറണാകുളം ജംഗ്ഷനാണ്. എറണാകുളം ജംഗ്ഷൻ എനിക്ക് ഏകദേശം 10 മണിയോട് എത്തും തോന്നുന്നു. കുറച്ച് നേരത്തെ കണ്ട ലൈറ്റ് ഈ മെമു ആയിരുന്നു. മെമു യാർഡിലേക്ക് കയറുന്നതിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. ഞാനിന്ന് പെട്ടെന്നൊന്ന് അൺലിരിയാം. ഇതിൻ്റെ മുകളിൽ സദേൺ റെയിൽവേ വന്ദേ ഭാരത് എക്സ്പ്രസ് YSA എന്നുള്ള ഇത് കാണാം. YSA എന്ന് പറയുന്നത് യാത്രീ സേവാനുബന്ധാണ്. അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ബൃന്ദാവൻ കാറ്ററേഴ്സാണ് ഈ ട്രെയിനിൻ്റെ കാറ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവരുടെ ഇതിൻ്റെ പെട്ടി ഇഷ്ടം പോലെ ബാക്കി കിടക്കുന്നുണ്ടാവും. YSA ഡിസ്കണ്ടിന്യൂ ചെയ്തു, പക്ഷേ പെട്ടി ബാക്കിയുണ്ടാവും ഇപ്പോഴും. അത് ജനശതാബ്ദി എക്സ്പ്രസ് ആണത്. ജനശതാബ്ദിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ട്, 3 ചപ്പാത്തി ഉണ്ട്. നല്ല കനം കുറഞ്ഞ മെഷീൻ മെയ്ഡ് ചപ്പാത്തിയാണ്, നല്ല ഒരു വലിപ്പമുണ്ട്. പക്ഷേ റൈസ് ഉണ്ട്, പനീറല്ല, ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയാണ്. ഇവിടെ ദാള് കണ്ടിട്ട് സാമ്പാർ പോലെ ഉണ്ട്. പിന്നെ അത് ഒരു ബീട്രൂട്ടിൻ്റെ മെഴുക്കുവരട്ടി, ബീട്രൂട്ടും ബീൻസും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം നമുക്ക്. ഈ ചപ്പാത്തിയുടെ കറി നല്ല എരിവുണ്ട്. തക്കാളി ശരിക്കും അങ്ങോട്ട് ഇതായിട്ടില്ല. ബൃന്ദാവൻകാരുടെ സ്ഥിരം പരിപാടിയാണ്. ദാളെന്ന് പറയുന്ന സാധനം ദാളല്ല, ദാളെന്നുള്ള പരിഭവം ഇട്ടു, പിന്നെ സാമ്പാർ എത്തിയിട്ടില്ല. അതിനിടയ്ക്കുള്ളൊരു പരിവാണ് നെയ്യുടെയൊക്കെ സ്വാദ് വരുന്നത്. പിന്നെ ഈ ട്രെയിൽ ഡെസേർട്ടൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഐസ്ക്രീം ആയിരിക്കും. പിന്നെ ഹെറിറ്റേജിൻ്റെ ഒരു തൈര് തന്നിട്ടുണ്ട്. പിക്കിളുണ്ട്, ഒരു മിക്സ്ഡ് പിക്കിളാണ്. പിന്നെ അതുപോലെ മൗത്ത് ഫ്രഷ്നർ ഉണ്ട് പാസിൻ്റെ. പിന്നെ അതുപോലെ ഒരു ഫേസ് വൈപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡെസേർട്ട് വന്നു. ഐസ്ക്രീമാണ് അമൂലിൻ്റെ, ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ്. സ്കോച്ച് അതെ, ഉരുകി തുടങ്ങി. നമുക്ക് പെട്ടെന്ന് കഴിച്ച് തീർക്കാതെ നമ്മൾ കായംകുളം എത്താറേ. നമ്മളിത് കഴിക്കാൻ കായംകുളം സ്കിപ്പ് കാണിക്കാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല.
ഞാൻ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ ഡോറിലേക്ക് വരുമ്പോഴേക്കും വണ്ടി കായംകുളം സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 പകുതി എത്തിക്കഴിഞ്ഞു. നല്ല ശബരിമല ക്രൗഡുണ്ട് ഇവിടെ. ഇപ്പോൾ ഏത് വണ്ടിക്ക് പോകണമെന്ന് എനിക്കറിയില്ല കേട്ടോ. മലയാളികളല്ല, കണ്ടിട്ട് ആന്ധ്രയിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരെ പോലെ ഉണ്ട്. ഇവരിപ്പോൾ ഏത് വണ്ടിക്ക് പോകണമെന്ന് എനിക്കറിയില്ല. നല്ല ക്രൗഡുണ്ട് ശബരിമലക്കാരുടെ. ബൈദവേ നമ്മൾ ശാസ്താംകോട്ട വെച്ച് മലബാർ എക്സ്പ്രസ്സിന് ഓവർടേക്ക് ചെയ്തായിരുന്നു. ശാസ്താംകോട്ട വെച്ച് മലബാർ എക്സ്പ്രസ് നമ്മൾ ഓവർടേക്ക് ചെയ്തായിരുന്നു. ഞാൻ വിചാരിച്ച മലബാർ മുന്നേ തന്നെ ഓടി കായംകുളത്ത് നിന്ന് റൈറ്റ് എടുത്ത് അങ്ങ് പോയിരിക്കുന്ന. അങ്ങനെയല്ല, ശാസ്താംകോട്ടിലോട്ട് ഓവർടേക്ക് ചെയ്തു. ഇരുട്ടതായതുകൊണ്ട് അതൊന്നും ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മളങ്ങനെ കായംകുളം കഴിഞ്ഞു. എന്തായാലും ആലപ്പുഴ സ്റ്റോപ്പും കഴിയുമെങ്കിൽ എറണാകുളം സ്റ്റോപ്പ് ഞാൻ കാണിച്ചിട്ട് ഉറങ്ങുള്ളൂ. ആണ് എൻ്റെ ആഗ്രഹം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. പിന്നെ നമ്മൾ സ്പീഡ് പിടിച്ചു കഴിഞ്ഞു. മെയിൻ ലൈനാണല്ലോ. പച്ച സിഗ്നൽ കാണില്ലേ, പച്ച. അപ്പോൾ നമ്മളങ്ങനെ ആലപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. വണ്ടി അത്യാവശ്യം നല്ലോണം ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. ഇപ്പോൾ സമയം 9:23 ആയതേ ഉള്ളൂ. 10 മിനിറ്റിന് അടുത്ത് നമ്മൾ ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. എൻ്റെ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ 9:33 നമ്മളിവിടുത്തെ സ്കെഡ്യൂൾ അറൈവൽ ടൈം. അപ്പോൾ നമ്മൾ നേരത്തെ എത്തുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ കിടക്കും. റെയിൽ വ്യൂ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ഇവിടെ. ഇതെനിക്കൊന്ന് റെയിൽവേയുടെ ലാൻഡിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നത് സംഭവം. എക്സാക്ട്ലി എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളങ്ങനെ ആലപ്പുഴ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. നല്ലോണം ബിഫോർ ടൈമാണ്. 10 മിനിറ്റ് നമ്മളിവിടെ കിടക്കും. ആലപ്പുഴയിലെ AC വെയിറ്റിംഗ് ഹാളിന് മുന്നിലായിട്ട് വന്ന് ഏകദേശം ഒന്ന് നിന്നു. ഇതാണ് ആലപ്പുഴ സ്റ്റേഷൻ. ഇനി ഏകദേശം 8 മിനിറ്റോളം നമുക്ക് സ്റ്റോപ്പുണ്ട്. ഉടനൊന്നും നമ്മൾ വിടത്തില്ല. നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് ഇവിടെ നിന്ന് കയറിയത്. ഞാൻ പുള്ളിയുടെ പേര് മറന്നുപോയി. പുള്ളി ഇപ്പോൾ ജസ്റ്റ് ട്രെയിനിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങോട്ട് പോകാനെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോഴത്തെ സൈഡിൽ യാർഡ് ധൻബാദിൻ്റെ റേക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിൻ്റെ മിക്കവാറും സെക്കൻഡറി മെയിൻ്റനൻസ് കഴിഞ്ഞ് ഫുൾ റേക്കിങ് തിരിച്ചെത്തിയിട്ടുണ്ടാവും. ഇല്ല, ഫുൾ റേക്ക് എത്തിയിട്ടില്ല. ഒരു കഷ്ണം ഇപ്പോഴും പെറ്റിലേനെ കിടപ്പുണ്ട്. അപ്പോൾ അത് പിങ്ക് കളർ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നമ്മുടെ ബെഡ് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ബ്ലാങ്കറ്റാണിത്. സൂപ്പർ സാധനമാണ്. എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കിടന്ന് ഉറങ്ങിയാൽ മതി. സമയം 8:35. നമ്മൾ പുറപ്പെടുകയായി. പന്ത്രണ്ട് മിനിറ്റ് വേണം നമ്മളിവിടെ. അല്ല, 25 വേണം. അത് 10 മിനിറ്റ് കിടന്നത്. അപ്പോൾ നമ്മളങ്ങനെ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് എറണാകുളം ജംഗ്ഷനിലാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് കിടക്കാൻ പോകണം. കാര്യം ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി കഷ്ടിച്ചൊരു 3 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. ഞാൻ കിടക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഉറങ്ങില്ല എന്ന് വിശ്വസിക്കുന്നു. അതാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്താണ്. തൊണ്ട ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ ജലദോഷമുണ്ട്. തൊണ്ട ചെറുതായിട്ട് അടഞ്ഞിരിക്കുകയാണ്. കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ അത് ഓപ്പണായി വരും. ഇന്നലെ ഉണ്ടായിരുന്ന പ്രശ്നം ഇന്നുമുണ്ട്. അപ്പോൾ അതുപോലെ പ്ലാറ്റ്ഫോം നമ്പർ 1 പോകുന്ന ട്രെയിൻ.
ആലപ്പുഴ സൈഡിൽ നിന്ന് ടുവേർഡ്സ് എറണാകുളം ടൗൺ പോകുന്ന വണ്ടികളുടെ സാധനം പ്ലാറ്റ്ഫോം നമ്പർ 1 എടുക്കുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ നമ്മൾ കയറുന്നത്. അപ്പോൾ നമ്മളിത് എറണാകുളം ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ക്രൂ ചേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു, ആരും കാണാനില്ല. അല്ലെങ്കിൽ ക്രൂ കുറച്ച് മുന്നോട്ട് കയറിയായിരിക്കും നിൽക്കുന്നത്. സമയം ഇപ്പോൾ 10:24. നമ്മളിവിടുത്തെ ഷെഡ്യൂൾഡ് അറൈവൽ ടൈം 10:35 മറ്റോ ആയിരുന്നു. ഗാർഡ് നിൽപ്പുണ്ട് ഇവിടെ. പുതിയ ഗാർഡ് നിൽക്കുന്നുണ്ട്. എറണാകുളത്ത് ക്രൂ ചേഞ്ച് ഉണ്ട് നമുക്ക്. അറ്റത്തുനിന്ന് ഏതോ ഒരു ട്രെയിൻ പുറപ്പെട്ടു വന്നു. മിക്കവാറും ടീ ഗാർഡൻ ആയിരിക്കും. അതായത് എറണാകുളം കാരേക്കാൽ എക്സ്പ്രസ് ആയിരിക്കാനാണ് സാധ്യത. നമുക്കിതുവരെ സ്റ്റാർട്ടർ ആയിട്ടില്ല, സമയം ആവുന്നേ ഉള്ളൂ. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്. മിക്കവാറും ചിലപ്പോൾ ഷണ്ടിങ് ആവാൻ സാധ്യതയുണ്ട്, ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഷണ്ടിങ് എന്നാൽ കാരേക്കൽ എക്സ്പ്രസ് നമ്മുടെ തൊട്ട് മുന്നിൽ കയറ്റി വിട്ട് അതിൻ്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. കാര്യം ആ സാധനം ചറവറ സ്റ്റോപ്പാണ് അതിന് ഇവിടുന്ന്. നമുക്ക് സ്റ്റാർട്ടറായി. ചിലപ്പോൾ നമ്മൾ കാരേക്കലിനെ ടൗണിൽ വെച്ച് തന്നെ ഓവർടേക്കാൻ സാധ്യതയുണ്ട്. ഒരു മിനിറ്റ് ലേറ്റാണ്. സമയം 10:36. നമ്മുടെ അഡ്വാൻസ്ഡും മഞ്ഞയാണ്. സ്റ്റാർട്ടർ മഞ്ഞയാണ്, അഡ്വാൻസ്ഡ് മഞ്ഞയാണ്. അതായത് എറണാകുളം ഹോം റെഡാണെന്നർത്ഥം. എറണാകുളം ടൗൺ ഹോം. കാരേക്കൽ എക്സ്പ്രസ് ടൗണിൽ നിന്ന് പോയി കാണും, അല്ലെങ്കിൽ നമുക്കവിടെ ഓവർടേക്ക് സെറ്റ് ചെയ്തിട്ടില്ല, എന്തോ ഒന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിൽ നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ ഇനി മിക്കവാറും ഞാൻ ഉറങ്ങാനാണ് സാധ്യത. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഒട്ടും ഉറക്കം സഹിക്കാൻ പറ്റുന്നില്ല. മിക്കവാറും ഞാൻ പോയി കിടന്ന് ഉറങ്ങും. അങ്ങനെ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂരൊക്കെ കാണാൻ പറ്റും. തൃശ്ശൂർ 11:30 എത്തും, 11:45 തൃശ്ശൂർ എത്തും. ഞാൻ ഉറങ്ങിയിട്ടില്ലാന്നെങ്കിൽ തൃശ്ശൂർ സ്റ്റേഷൻ കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നാളെ നമ്മൾ നേരം വെളുക്കുമ്പോൾ ഏകദേശം നമ്മൾ ജോലാർപേട്ടയ്ക്ക് അടുത്തെത്തും നേരം വെളുക്കുമ്പോഴേക്കും. അപ്പോൾ അവിടെ മുതൽ അങ്ങോട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ എന്തായാലും ഞാൻ പോയി കുറച്ച് നേരം കിടക്കട്ടെ. ഞാൻ എന്തായാലും ഇപ്പോൾ ടൗണിൽ ഓവർടേക്ക് ഉണ്ടോ നോക്കിയിട്ടേ കിടക്കുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങും. നമ്മൾ ജസ്റ്റ് എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അടിപൊളി. അവരെ കാരേക്കൽ എക്സ്പ്രസ് നമ്മളെക്കാട് മുന്നേ വിട്ടു. അതിന് നമുക്ക് തൃശ്ശൂർ മുമ്പ് ഓവർടേക്ക് ചെയ്യാനുള്ള വണ്ടിയാണ് അത്.
അവനെ നമ്മുടെ മുന്നിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവനിനി എടപ്പള്ളി സ്റ്റോപ്പുണ്ട്. എടപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ അതിന് ആലുവ, അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുട ഒക്കെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തിപ്പോൾ എടപ്പള്ളിയിൽ ഓവർടേക്ക് സാധ്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചാലക്കുടിയും ഇരിങ്ങാലക്കുടയൊക്കെ എത്തണം. ഭയങ്കര ബുദ്ധിപരമായ കൺട്രോളിങ് ആയിപ്പോയി. അത് ഇവിടെ ഇട്ടങ്ങ് ഓവർടേക്ക് തീർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ വഴിക്ക് അടിച്ചു പുറത്തേക്ക് പോയാൽ അവനെ പതുക്കെ നിർത്തി വരായിരുന്നു. വല്ലാത്ത കൺട്രോളിങ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ നമ്മൾ വിട്ടത് ആംബർ സ്റ്റാർട്ടറിലായിരുന്നു. അത് കഴിഞ്ഞ് അഡ്വാൻസ് സ്റ്റാർട്ടർ ആംബറായിരുന്നു. അത് കഴിഞ്ഞ് സി ക്യാബിൻ ഹോം സിഗ്നലിൽ ഡേഞ്ചറായിരുന്നു. നമ്മൾ നിർത്തി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ക്ലിയറായി. നമ്മൾ എറണാകുളം ടൗൺ ഹോം സിഗ്നലിൽ വന്നപ്പോൾ അത് ഡേഞ്ചറായിരുന്നു. അവിടെ കിടന്നു ഒരു 3-4 മിനിറ്റ്. അത് കഴിഞ്ഞപ്പോൾ അത് ഉള്ളിലോട്ട് കയറിയപ്പോൾ എറണാകുളം ടൗൺ സ്റ്റാർട്ടർ ഡേഞ്ചറാണ്. ഇനിയിപ്പോൾ ഇവിടെ കിടക്കും കുറച്ച് നേരം. കാര്യം ഇതിന് മുന്നിൽ എടപ്പള്ളി ഒരു ഒറ്റ ബ്ലോക്കാണ്. മറ്റേ എടപ്പള്ളി എത്തിയാലേ നമുക്ക് ഇവിടുന്ന് ക്ലിയറൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ക്ലിയറൻസൊക്കെ ആവട്ടെ, നമുക്ക് മീൻവെൽ പോയി കിടന്നേക്കാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. എറണാകുളം വിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ വന്ന് കിടന്നു. ഞാൻ പിന്നെ ഉണർന്നതൊരു 3:30 എങ്ങാണ്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഉണർന്നതാണ്. അത്ര നന്നായിട്ട് ഞാൻ ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെയും 3:30 വന്നിട്ട് തിരിച്ചൊന്ന് കിടന്നു, വീണ്ടും ഉറങ്ങി. ഇപ്പോൾ ഇതാ നമ്മുടെ മോർണിംഗിൽ നമ്മുടെ കോച്ചിലെ അറ്റൻഡർ രാവിലെ ചായയും കൊണ്ട് വന്നപ്പോഴാണ് ഉണർന്നത്. കോഫിയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മോർണിംഗ് ടീ സർവീസ് എന്നിട്ടുണ്ട്. കോഫിയും അതുപോലെ ബിസ്ക്കറ്റും. നമ്മൾ ജസ്റ്റ് തിരുപ്പത്തൂർ കഴിഞ്ഞ് ജോലാർപേട്ടയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിന് വണ്ടിക്ക് പോയപ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു സ്ഥലത്ത് എപ്പോഴായിരുന്നു ഉണർന്നത്. ഇന്നും അതെ. ഞാൻ എക്സ്റ്റേണൽ മൈക്ക് എടുത്തിട്ടില്ല കേട്ടോ. അത് ഇപ്പോൾ തിരിച്ചു പോയിട്ട് വേണം എടുക്കാൻ. ഞാനിപ്പോൾ ജസ്റ്റ് മറ്റേ ജോലാർപേട്ട ബൈപ്പാസ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ നേരെ ജോലാർപേട്ട സ്കിപ്പ് ചെയ്യും. ജോലാർപേട്ട കഴിയുന്നതോടുകൂടി നമ്മൾ 130 km/h ടെറിട്ടറിയിലേക്ക് കടക്കും. അപ്പോൾ നമ്മളങ്ങനെ സദേൺ റെയിൽവേയുടെ ചെന്നൈ ഡിവിഷനിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ഡിവിഷനിൽ തുടങ്ങി പാലക്കാട് ഡിവിഷനിൽ കയറി, സേലം ഡിവിഷനിൽ കയറി, ഇപ്പം ഫൈനലി ചെന്നൈ ഡിവിഷനിലെത്തി. ചെന്നൈ ഡിവിഷനാണ് ഈ വണ്ടി ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ജോലാർപേട്ട ബൈപ്പാസ്. തിരുപ്പത്തൂർ കഴിഞ്ഞുകൊണ്ട് ലെഫ്റ്റിലോട്ട് കയറി നേരെ ബാംഗ്ലൂർ ലൈനിൽ പോയി ജോയിൻ ചെയ്ത ജോലാർപേട്ട ബൈപ്പാസ് ലൈന്. നമ്മൾ ഈ ജോലാർപേട്ട ബൈപ്പാസ് ലൈൻ വഴി നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്നാലും എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് അങ്ങോട്ട്, അതായത് നമ്മുടെ ഇത് ചെന്ന് സോമനായക്കംപട്ടി മുതൽ കുപ്പം വരെയുള്ള സെക്ഷൻ ഒന്നും കൂടി ചെയ്യണം. കാര്യം അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി പോയിരുന്നു. ഇനി ഒരിക്കലും അത് ആ ഒരു സെക്ഷൻ ചെയ്യണം നമുക്ക്. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈനാണ്. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈനിന് വേണ്ടിയാണ് നമ്മൾ കയറ്റം കയറി വന്നത്. ഇവിടെ മുതൽ 130 km/h ടെറിട്ടറിയിലോട്ട് നമ്മൾ കയറുകയാണ്. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈൻ ബേസിക്കലി ഫ്രൈറ്റ് യാർഡിനകത്തോട്ട് പോകുന്ന ലൈനാണ്. ഈ താഴെക്കൂടെ വരുന്ന 2 ലൈനുകളും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ലൈനുകളാണ്.
ജോലാർപേട്ട ഹോം സിഗ്നൽ പതിവ് പോലെ ഡേഞ്ചറാണ്. ബേസിക്കലി നമ്മളോട് പറയുക അനിയ നെൽ പോവാറായിട്ടില്ല. അപ്പുറത്ത് കാണുന്നതാണ് ജോലാർപേട്ടയിലെ ഫ്രൈറ്റ് യാർഡ്. ഒരു വലിയ യാർഡാണ്. അതിനകത്ത് ഒരു ഫ്രൈറ്റ് ഓവറോളിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ജോലാർപേട്ട ഹോം സിഗ്നൽ ഫൈനലി കിടന്നു. ഇനി എത്ര നേരം ഇവിടെ കിടക്കുമോ? എനിക്ക് നമ്മൾ നേരത്തെയാണെന്ന് തോന്നുന്നു നല്ലോണം. അതായിരിക്കും ഇവിടെ പിടിച്ചിട്ടത്. കാരണം നമുക്ക് 10:30-ക്കാണ് നമ്മുടെ ചെന്നൈ അറൈവൽ ടൈം. മണി 6:30 ആവുന്നുള്ളൂ. അപ്പം നമ്മുടെ ഹോം സിഗ്നൽ മാറി. നടന്നു പോകുന്ന ആൾ നമ്മുടെ ALP ആണ്. അപ്പോൾ ആംബർ സിഗ്നലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ സ്റ്റേഷനിൽ കയറി നിൽക്കും. ഇപ്പോൾ ഈ ട്രെയിൻ ഓടിക്കുന്ന ക്രൂ മോസ്റ്റ്ലി ഈറോഡ് നിന്നായിരിക്കും കയറിയത്. അപ്പോൾ ഇന്നലെ എറണാകുളത്ത് നിന്ന് കയറിയ ക്രൂ പാലക്കാട് ഇറങ്ങിയോ അതോ അവർ ഈറോഡ് വരെ വർക്ക് ചെയ്തെന്നുള്ള അറിയില്ല കേട്ടോ. കാരണം ചിലപ്പോൾ ചില വണ്ടികൾക്ക് എറണാകുളം മുതൽ ഈറോഡ് വരെ സിംഗിൾ ക്രൂ ഉണ്ട്. ഒരു ലോഡ് പഴയ കോച്ചുകൾ, ജനശതാബ്ദി കോച്ചൊക്കെ ഉണ്ട് 2 പഴയ ചെയർകാർ കോച്ച്, പഴയ 3 tier കോച്ച്. അങ്ങനെ ജോലാർപേട്ട സ്റ്റേഷനിലോട്ട് കയറുന്നു. ഒരു VAC 12B ഹൗൾഡ് ഫ്രൈറ്റർ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്കിവിടെ ശരിക്കും സ്റ്റോപ്പില്ല. പക്ഷേ സിഗ്നൽ എന്തോ അവസ്ഥ എന്ന് അറിയില്ല. നിർത്താണ്ട് നമുക്ക് സ്കിപ്പ് തന്നു. ഏതോ ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നുണ്ട് അനൗൺസ്മെൻറ്റ്. ഒന്ന് റൈറ്റ് സൈഡിൽ ഒന്ന് കയറി നോക്കാം. ഇപ്പോഴത്തെ സൈഡിൽ നിന്നൊരു വാപ്സാൻ ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട്. വിജയവാഡയുടെ 3766. ന്യൂ തിൻസുകിയ SMET ബംഗളൂരു. അപ്പം നമ്മളങ്ങനെ എന്താ പറയുക ആമ്പൂര് കഴിഞ്ഞ് മുടിയത്തം എടുത്തുകൊണ്ടിരിക്കുന്നു. മഞ്ഞല്ല കേട്ടോ, പുകയാണ്. ഇത് ഈ തീയിട്ടതിൻ്റെ പുകയാണിത്. നല്ല പുകയുടെ മണമുണ്ട്. നമ്മളങ്ങനെ 130 kmph ടെറിട്ടറിയിലാണിപ്പോൾ. വണ്ടിയുടെ സ്പീഡ് വെച്ച് 130 ഉണ്ടെന്ന് തോന്നുന്നില്ല. ബ്യൂട്ടിഫുൾ അല്ലേ? നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അതും ആ മേഘങ്ങളും അതിൻ്റെ റിഫ്ലക്ഷനും അടിപൊളിയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്. നമ്മുടെ സ്വന്തം കേരള എക്സ്പ്രസ് ആയിരുന്നു അത്.
നദി. ഇതൊക്കെ പഴയ ആർച്ച് ബ്രിഡ്ജാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണ്ട് ആർച്ച് ബ്രിഡ്ജുകളാണ് ഇതൊക്കെ. നല്ല ഭംഗിയുള്ളൊരു പാലമായിരുന്നു അല്ലേ? ഈ കാണുന്നത് പുകയാണ്. എനിക്ക് അത്യാവശ്യം നല്ല പടക്കത്തിൻ്റെ മണം വരുന്നുണ്ട്. ഇനി ആൾക്കാർ പടക്കം പൊടിച്ചിട്ട് പുകച്ചാണോ എന്നറിയില്ല കേട്ടോ. ക്ലൗഡുണ്ട്, പുകയുണ്ട്, സ്മോഗുണ്ട്. ഇതാണ് ഗുഡിയത്തം സ്റ്റേഷൻ. KMH പോകുന്നതിൻ്റെ രസം വേറെ തന്നെയാണ്. ബ്രേക്ക് പിടിക്കുന്നുണ്ട്. കാവനൂർ സ്റ്റേഷനാണ്. കാവനൂർ ലോ ലെവൽ പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇപ്പോൾ പ്ലാറ്റ്ഫോം പൊക്കി കെട്ടുക. ഇവിടെ രണ്ട് സൈഡിലും കോട്ട പോലെ കിടക്കുന്നുണ്ടോ പ്ലാറ്റ്ഫോംസ്. ഓപ്പോസിറ്റ് ലൈനിലൊരു വണ്ടിയുണ്ട്. ഇവിടെ എന്താ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. സമയം 7:30. നമ്മൾ അത്യാവശ്യം ഹെഡ് ഓഫ് സ്കെഡ്യൂളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓപ്പോസിറ്റ് ലൈനിൽ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നുണ്ട്. ഇവിടെ ഈ പണി നടക്കുന്നതിന് സ്പീഡ് റെസ്ട്രിക്ഷൻ ആയിരുന്നു. വന്ദേ ഭാരത് 15 പതുക്കെ വരുള്ളൂ. ഓപ്പോസിറ്റ് ലൈനിൽ വരുന്നതാണ് സദേൺ റെയിൽവേയുടെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് 20607. MGR ചെന്നൈ സെൻട്രൽ മൈസൂരു വന്ദേ ഭാരത് എക്സ്പ്രസ്. പഴയ റേക്കാണിത്. 2022 SR മാർക്കിങ്സുള്ള റേക്കാണ്. റേക്കിന് പ്രായത്തിൽ കാണാനുണ്ട്, കണ്ടോ, കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നു സദേൺ റെയിൽവേയുടെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്. സദേൺ റെയിൽവേയുടെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്നും 16 കോച്ച് വെച്ച് തന്നെയാണ് ഓടുന്നത്. കേരളത്തിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നപ്പോൾ 16 കോച്ച് ക്ലിക്കാവുമോ എന്ന് നമുക്കൊക്കെ സംശയമുണ്ട്. എനിക്കിടയ്ക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ക്ലിക്കായി എന്ന് മാത്രമല്ല, 16 നിന്ന് നമ്മൾ 20 വളർന്നു. ഇനി ഒരു 24 വന്നാലും 24 നമുക്ക് നടക്കാൻ പറ്റും. ഇതിൻ്റെ പിക്കപ്പ് ഭയങ്കര സ്ലോ. വാപ്സാനുള്ളല്ലേ, വാപ്സാൻ ഒട്ടും മോശക്കാരനല്ല. എന്നാലും നമ്മുടെ വന്ദേ ഭാരത് കയറുന്ന പോലെ ഇവൻ കയറില്ല. ബത്തേരി കഴിഞ്ഞ് കാട്ട്പാടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ശതാബ്ദിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വാപ്സാനാണ് ട്രെയിൻ ലോഗോ. അടിച്ച് പറത്തി വരുന്നത് കേട്ടോ. മൈസൂർക്കുള്ള ശതാബ്ദി എക്സ്പ്രസ്സും അത്യാവശ്യം നല്ലോണം നേരത്തെയാണ്. നമ്മുടെ തൊട്ട് മുന്നിൽ, അതായത് 12696, ഇന്നലെ വൈകുന്നേരം 5:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട 12696 ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഇതിപ്പോൾ കാട്ട്പാടി എത്തുന്നേ ഉള്ളൂ. നമ്മുടെ തൊട്ട് മുന്നിലത്തെ ബ്ലോക്കിൽ അവനുണ്ട്.
അതിനെക്കാട്ടും 2 മണിക്കൂർ പുറകെ പുറപ്പെട്ടിട്ട് നമ്മൾ അവൻ്റെ തൊട്ട് പുറകിലെത്തിയിട്ടുണ്ട്. കാട്ട്പാടി ഈ സമയത്ത് ഫുള്ള് പാക്ഡാണല്ലോ. കാട്ട്പാടിയിൽ മധുരൈ ചണ്ഡീഗഡ് എക്സ്പ്രസ് കിടക്കുന്നുണ്ട്, ഗുരുദേവ് കിടക്കുന്നുണ്ട്. ഗുരുദേവ് ഇന്നലെ 4:15 ട്രിവാൻഡ്രത്ത് വിട്ടതാണ്. ഗുരുദേവ് ഉണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ ശേഷാദ്രി വരാനുണ്ട്. പിന്നെ നമ്മുടെ വിവേകൻ വരാനുണ്ട് ഓപ്പോസിറ്റ് ലൈനിൽ. ഈവൻ കാട്ട്പാടി കയറി ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. നമുക്ക് 7:58 കാട്ട്പാടി സമയം. ഇപ്പോൾ 7:45. നമ്മുടെ ഫ്രണ്ടിൽ അടുത്ത വണ്ടിയുണ്ട്. കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഫ്രണ്ടിനടുത്ത വണ്ടിയുണ്ട്. ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നൽ സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പോവാം. റെഡ് സിഗ്നൽ നമുക്ക് കടന്നും പോകാൻ പറ്റും. അപ്പോൾ ഇത് ഈ മുകളിൽ കൂടെ കയറി വരുന്നതാണ് വെല്ലൂർ ടൗണിന് കാട്ട്പാടിയിലേക്ക് വരുന്ന ലൈൻ. അതായത് വിഴുപ്പുറം, തിരുവണ്ണാമല, വെല്ലൂർ ടൗൺ അങ്ങനെ കാട്ട്പാടിയിലേക്ക് വരുന്ന ലൈനാണ് ഈ കാണുന്നത്. നമ്മളിതുവഴി 1-2 പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കാട്ട്പാടി ടു വിഴുപ്പുറം പാസഞ്ചറിനും, പിന്നെ ഒരു പ്രാവശ്യം അതല്ലാണ്ട് ഒരു എക്സ്പ്രസ്സിനും. നല്ല അടിപൊളി റൂട്ടാണ്. തിരുവണ്ണാമല എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷനാണ്. തിരുവണ്ണാമല വഴി പോകുന്ന റൂട്ടാണിത്. ഇവിടെ ഓപ്പോസിറ്റ് ലൈനിലൊരു പച്ചയുണ്ട്. പക്ഷെ ഓട്ടോമാറ്റിക്കിലെ പച്ചയാണ്, അതുകൊണ്ടത് വിശ്വസിക്കേണ്ട. ഇതാണ് കാട്ട്പാടി ഹോം സിഗ്നൽ. നമ്മുടെ ഹോമിൽ കിടക്കുകയാണ്. ഇപ്പോഴത്തെ ആ മറ്റേ ലൈന് പാലത്തിന് മുകളിൽ കൂടെ വരുന്ന കണ്ട ലൈൻ അങ്ങനെ പോയിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കറങ്ങി വന്നിട്ട് സ്റ്റേഷനോട് വന്ന് കയറും മുന്നിലായിട്ട്. അതാ വരുന്നു ശേഷാദ്രി എക്സ്പ്രസ് എന്നാണ് വരുന്നത്. കണ്ടിട്ട് LHB റേക്ക് പോലെ ഉണ്ട്. കളർഫുൾ ആയിട്ടുള്ള ലോക്കമാണ്. ആ വരുന്നത് ശേഷാദ്രി എക്സ്പ്രസ് ആണ്. ശേഷാദ്രി എക്സ്പ്രസ് ആക്ച്വലി തിരുപ്പതി ലൈനിൽ കൂടെ വന്ന വണ്ടിയാണ്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ മെയിൻ ലൈനിൽ കടന്നാണ് ഡൗൺ മെയിൻ ലൈനിലേക്ക് കയറുന്നത്. പിന്നെ ഇപ്പോൾ അവൻ ഫുള്ള് കടന്നുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടർ കിട്ടില്ല. വിജയവാഡ ഷെഡിൻ്റെ 2201 വാപ്പ് 4 ആണ്. നല്ല ഭംഗിയുള്ള കളറല്ലേ. ഇതാണ് കാക്കിനാട ടൗൺ SMBT ബംഗളൂരു ശേഷാദ്രി. ഈ റേക്കാണ് പിന്നീട് SMBT ബംഗളൂരു നാഗർകോയിൽ എക്സ്പ്രസ്. പരിതാപകരമായ കോച്ചുകളാണ്. അപ്പോൾ ഈ ട്രെയിനാണ് നാഗർകോയിലിൽ നിന്ന് പിന്നെ കൊച്ചുവേളി, അതായത് തിരുവനന്തപുരം നോർത്ത് പാസഞ്ചറായിട്ട് പോകുന്നത്. സെയിം റേറ്റാണ്. നമുക്ക് സ്റ്റാർട്ടറായി. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിതിൽ നമ്മുടെ SMBT ബംഗളൂരു ടു നാഗർകോയിലും അവിടുന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ LPയുടെ പേഷ്യൻസ് പോയി തുടങ്ങിയിരുന്നു. നേരത്തെയൊക്കെ നിർത്തിയിട്ടെടുത്തപ്പോൾ നല്ല ബട്ടർ സ്മൂത്തായിട്ട് എടുത്തത്. ഇപ്പോൾ ഒരു ജേക്കറോട് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി നമ്മൾ സേലം വിട്ടപ്പിന് നമുക്ക് സ്റ്റോപ്പൊന്നും ഉണ്ടായിട്ടില്ല. സേലം വിട്ടപ്പിനുള്ള ഫസ്റ്റ് സ്കെഡ്യൂൾഡ് ഹോൾട്ട് എന്ന് പറയുന്നത് കാട്ട്പാടിയാണ്. അതൊരു നോൺ സ്റ്റോപ്പ് റണ്ണായിരുന്നു. ശരിക്കും നോൺ സ്റ്റോപ്പ് ആയിരുന്നില്ല. നമ്മൾ ജോലാർപേട്ട ഹോമിൽ കിടന്നായിരുന്നു. കാട്ട്പാടി ഹോമിൽ ഇപ്പോൾ കിടക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ കാട്ട്പാടിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ വിവേക് എക്സ്പ്രസ് വരുന്നുണ്ട്. വേസ്റ്റ് കിടക്കുന്നുണ്ടോ? കുപ്പ, അതായത് ഡൊമസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് മൊത്തം. ഇവിടെ റീസെൻ്റ്ലി നല്ലോണം മഴ പെയ്യുന്നു തോന്നുന്നു. കാര്യം നല്ല രീതിക്ക് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അത്ര വിവേകമില്ലാതെ വിവേക് എക്സ്പ്രസ് ആണ് വരുന്നത്. റോയപ്പുരത്തിന് 37143 ആണല്ലോ. എന്നാണാവോ നമുക്ക് കേരളത്തിലൊരു ഇലക്ട്രിക് ലോക്കോ ഇട്ട് വരിക അല്ലേ? എറണാകുളം വാപ്പ് 7 എന്നൊക്കെ പറയുന്നതിന് ഒരു രസമില്ലേ? അപ്പുറത്ത് മെയിൻ ലൈനിലായിട്ട് അരക്കോണത്തിന് ട്വിൻ വാഗ്നൈൻസ് ഹോൾഡ് ഒരു ഫ്രൈറ്റർ കിടക്കുന്നുണ്ട്. 42058 ആണല്ലോ ഇപ്പോൾ ലീഡിങ്.
4235 റെയിലിങ് ടാങ്കറാണ്. നമുക്കെന്നാൽ പെട്ടെന്ന് പ്ലാറ്റ്ഫോം സൈഡിലേക്ക് കിടക്കാം. ഇതാണ് കാട്ട്പാടിയിൽ നമ്മൾ നിർത്തുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് നമ്മൾ എത്തുന്നത്. അപ്പുറമൊക്കെ കാലിയായി, ബാക്കി എല്ലാ വണ്ടിയും പോയി. നമ്മൾ കിടന്ന് നമ്മൾ ലേറ്റായി. ഇവിടെ ഇറങ്ങാൻ കുറച്ച് ആൾക്കാരുണ്ട്. അടിപൊളി. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലോഡ് ആവുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കയറ്റിയിട്ടില്ല വണ്ടിയിൽ. അപ്പോൾ കാട്ട്പാടി കഴിഞ്ഞിട്ടാണ് ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് പാൻട്രി കാറിൽ ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇതിന് എനിക്കൊന്ന് ലോഡഡ് പാൻട്രി തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. പാൻട്രി കാറുണ്ട്, പക്ഷെ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ നമ്മളങ്ങനെ കാട്ട്പാടി എത്തി. വന്ദേ ഭാരത് എൻജിൻ സ്റ്റോപ്പ്. നമ്മൾ കാട്ട്പാടിയിൽ വെയിറ്റ് ചെയ്യുന്നു, സ്റ്റാർട്ടറായിട്ടില്ല. കോവ എക്സ്പ്രസ് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കയറി വരുമെന്ന് പറയുന്നുണ്ട്. അത് കാണാൻ പറ്റില്ല നമുക്ക്, കാര്യം അപ്പുറത്തെ ടാങ്കർ ഉണ്ടല്ലോ. നമ്മുടെ സ്റ്റാർട്ടറായി. നമ്മൾ പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റവനെ കാണാൻ പറ്റും, കോവ എക്സ്പ്രസ്സിനെ കാണാൻ പറ്റും. അപ്പുറത്തെ സൈഡിൽ നിന്ന് കോവ എക്സ്പ്രസ് കയറി വരുന്നുണ്ട് ഓൾറെഡി. കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ പുറപ്പെട്ടു കാട്ട്പാടിയിൽ നിന്ന്. നമ്മൾ ലേറ്റായി. 8:11 സമയം. നമ്മൾ കോവ എക്സ്പ്രസ്സിനെ നേരമായിട്ട് മിസ് ചെയ്തു. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ലോക്കോ പാസ്സായി കഴിഞ്ഞു. റോയപുരത്തിൻ്റെ ലോക്കോ ആയിരുന്നു. റോയപുരത്തിൻ്റെ വാപ്പ് 7. നമ്മൾ ഈ കോവ എക്സ്പ്രസ്സിന് ഒരു പ്രാവശ്യം ചെന്നൈ ടു കോയമ്പത്തൂർ യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഇരിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു. നല്ല ഫുഡൊക്കെ കിട്ടുന്ന ട്രെയിനാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ട്രെയിനാണ്. പക്ഷെ ഇന്ന് ദീപാവലി ആയതുകൊണ്ടെന്ന് തോന്നുന്നു ട്രെയിനിൽ വലിയ തിരക്കില്ല. കാലി സീറ്റുകൾ കാണാനുണ്ട് ട്രെയിനകത്ത്. മറ്റല്ലെങ്കിൽ കോവ എക്സ്പ്രസ് നമുക്ക് ഒരിക്കലും കാലി സീറ്റ് കാണാൻ പറ്റില്ല. ഇന്ന് മിക്കവാറും ദീപാവലി ദിവസമായതുകൊണ്ടായിരിക്കും. അപ്പോൾ ആൾക്കാരൊക്കെ വീടുകളിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് വൈകുന്നേരം തിരിച്ചു വരുന്ന കോവൈ ഫുള്ളായിരിക്കും മിക്കവാറും. ഇന്നൊരു പാൻട്രി കാറുണ്ട്. പാൻട്രി കാറിൽ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്നത്. നല്ല ഫുഡ് കിട്ടും. AC ചേർക്കാറിലും കുറേ കാലി സീറ്റ് കാണാനുണ്ട്. ജനറലും വലിയ തിരക്കൊന്നുമില്ല. തിരക്കുണ്ട്, പക്ഷെ വലിയ തിരക്കൊന്നുമില്ല. അഡീഷണൽ ജനറേറ്റർ കാറ് കോയമ്പത്തൂരോട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കാട്ട്പാടി വിട്ടു. ഓപ്പോസിറ്റ് ലൈനിൽ ഉടനെ വണ്ടിയൊന്നുമില്ല, കുറച്ചൊരു ഗ്യാപ്പാണ്. പക്ഷേ എനിക്ക് ആ മുകുന്ദരാപുരത്തിന് മുമ്പുള്ള പാലം ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയാണ് ഇപ്പോൾ അതൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ സേവൂർ സ്റ്റേഷനാണ്. ജാക്കറ്റ് ചെയ്തു, കോൺക്രീറ്റ് ജാക്കറ്റിങ് ചെയ്തു. മറ്റു നല്ല ഭംഗിയുള്ളൊരു സ്റ്റോൺ മേസൺറി ആർച്ച് ബ്രിഡ്ജായിരുന്നു. അത് മൊത്തം ഒരു ജാക്കറ്റ് ചെയ്തു. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ ഇതിൻ്റെ പുഴയിൽ. ഇതൊന്നും വെള്ളം കാണാറില്ല. മുകുന്ദരായപുരം സ്റ്റേഷനാണ്. ഇവിടെ മെമു എന്ന്
കോട്ടയിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ കോയമ്പത്തൂർ ശതാബ്ദി നമ്മൾ പുറമെ ക്രോസ് ചെയ്യും. രണ്ട് കുഞ്ഞു ട്രെയിനുകളായിരുന്നു. അതും ഒരു ചെറിയ ട്രെയിനാണ്, നമ്മളൊരു ചെറിയ ട്രെയിനാണ്. പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ഇവിടെ നടന്നത്. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ കോറിഡോർ. ഞാൻ കാണിച്ചേ ഇല്ലായിരുന്നു അല്ലേ. കാര്യം ഇന്നലെ നേരെ കയറി വന്ന് എൻ്റെ കോച്ചിലോട്ടും കയറിയായിരുന്നു. ഇതാണ് നമ്മുടെ കോറിഡോർ. ഇതാണ് നമ്മുടെ ഇതിനകത്ത് വേറെ ആരും വന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ രാത്രി. ഈ 4 ബെർത്തും എനിക്ക് തന്നെയായിരുന്നു ഇന്നലെ രാത്രി. അതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. സൂപ്പർ ഉറക്കമൊക്കെ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. ഞാൻ കിടന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ ഉറങ്ങി. നമ്മളങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ടുവേർഡ്സ് ചെന്നൈ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സർവീസ് തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് സർവീസ് ആദ്യം കോൺഫ്ലെക്സും പാലിടാനിട്ടു, പഞ്ചസാരയുണ്ട്, പഴമുണ്ട്. ഇനിയുള്ള മെയിൻ കോഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് വരാൻ കിടക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ 200 അതെ ശരി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ മേൽപ്പാക്കം ക്യാബിനെത്താറായി. അപ്പോൾ മേൽപ്പാക്കം അരക്കോണം കവർ ചെയ്ത് തിരിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കട്ടെ. എന്തായാലും വലിയ ചൂടൊന്നും ഇല്ല, തണുത്തിരിക്കാം. നമ്മൾ ജസ്റ്റ് മേൽപ്പാക്കം ക്യാബിനിലോട്ട് അടുക്കുന്നു. മേൽപ്പാക്കം ക്യാബിൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ റേണിഗുണ്ട ഭാഗത്തേക്കുള്ള ലൈൻ പോകുന്നത്. ആ കാണുന്ന റെയിൽവേ ലൈനില്ലേ, ആ കാണുന്ന റെയിൽവേ ലൈന് ഇവിടുന്ന് നമ്മുടെ കാഞ്ചീപുരം വഴി ചെങ്കൽപ്പെട്ടിലേക്ക് പോകുന്ന ലൈനാണത്. അതുവഴി ഒരിക്കൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. LTT മധുര എക്സ്പ്രസ്സിന് ഒരു വീഡിയോ അതുവഴി നമ്മൾ പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള റൂട്ടാണത്. ചെന്നൈ സബർബൻ തന്നെയാണത്. ഈ റൂട്ടിലൊരു സ്ഥലത്തായിട്ടാണ് ചെന്നൈയിലെ പുതിയ എയർപോർട്ട് വരുന്നത്. ഇതാണ് കാഞ്ചീപുരം ലൈന്, കാഞ്ചീപുരം ചെങ്കൽപ്പെട്ട് ലൈൻ. ഇത് ആക്ച്വലി പുതിയ അലൈൻമെൻറ്റാണ്. ഒറിജിനൽ അലൈൻമെൻറ്റ് അരക്കോണം സ്റ്റേഷൻ അപ്പുറത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ മറ്റേ INS പരുന്ത് വരുന്നതിൻ്റെ അവരുടെ INS രാജാലി, പരുന്തല്ല, INS രാജാലി ഉള്ളതുകൊണ്ട് അവിടെ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇങ്ങനെ പോയതാണ്, ഞാൻ റീറൂട്ട് ചെയ്താണ്. ഈ ലെഫ്റ്റിൽ കാണുന്ന ഇതാണ് മേൽപ്പാക്കം ക്യാബിൻ, അഥവാ അരക്കോണം വെസ്റ്റ് ക്യാബിൻ. അരക്കോണം വെസ്റ്റ് ക്യാബിൻ. ഈ കാണുന്ന 2 ലൈനുകളും നേരെ ടുവേർഡ്സ് റേണിഗുണ്ട പോകും. ഇതുപോലെ ഒരെണ്ണം ഓപ്പോസിറ്റ് റേണിഗുണ്ടയിൽ നിന്ന് ടുവേർഡ്സ് അരക്കോണം ഉണ്ട്. നമ്മൾക്ക് അരക്കോണം ഹോം മഞ്ഞയാണ്. നമ്മൾ സ്റ്റേഷനിലോട്ട് കയറിയിട്ട് പ്രോബബിളി മറ്റേ ലൈനിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മളിതാ ഇവിടെ വെച്ച് ബൃന്ദാവൻ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. നമ്മൾ കുറച്ച് ഡബിൾ ഡെക്കർ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്തായിരുന്നു. അത് ഞാൻ അകത്തിരിക്കുമ്പോഴായിരുന്നു, കോൺഫ്ലെക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. അതാ വരുന്നു ബൃന്ദാവൻ എക്സ്പ്രസ്. MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് KSR ബംഗളൂരിലോട്ട് പോകുന്ന ബൃന്ദാവൻ എക്സ്പ്രസ് ആയിരുന്നു ഇത്. ഈ ബൃന്ദാവൻ എക്സ്പ്രസ് എന്ന് പറയുന്നത് സദേൺ റെയിൽവേയുടെ ഏറ്റവും പഴയ ഇൻ്റർസിറ്റിയിലൊന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു യാത്ര എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഏതൊരു വീഡിയോയിൽ ആരോ കമൻ്റ് ഇട്ടായിരുന്നു, ഞാൻ കാണുന്ന എല്ലാ ട്രെയിനും യാത്രയാണതാണെന്ന് പറയാം. ഞാൻ എല്ലാ ട്രെയിനും യാത്രയാണെന്ന് ഞാൻ പറയാറില്ല. എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ട്രെയിനുകളുണ്ട്. എനിക്ക് ബൃന്ദാവൻ എക്സ്പ്രസ് ആ ലിസ്റ്റിലുള്ളതാണ്. ബൃന്ദാവൻ എക്സ്പ്രസ്സിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരിക്കൽ ബൃന്ദാവൻ എക്സ്പ്രസ്സിന് എന്തായാലും നമുക്ക് ചാൻസ് ഇടുമ്പോൾ നമ്മൾ ട്രിപ്പ് അടിച്ചിരിക്കും ഉറപ്പായിട്ടും. ഈ കാണുന്നതാണ് റേണിഗുണ്ട സൈഡിൽ നിന്ന് വരുന്ന ലൈനുകൾ. ഇത് അരക്കോണം സ്റ്റേഷനിൽ, അതായത് റേണിഗുണ്ട സൈഡിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുന്ന ട്രെയിനുകളാണ് ഈ ലൈൻ വഴി വരുന്നത്. അപ്പോൾ ബോംബെയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിനുകളും അതുപോലെ നമ്മുടെ തിരുപ്പതി ചെന്നൈ ട്രെയിനൊക്കെ ഇതുവഴിയാണ് വരുന്നത്.
ഇപ്പോഴും റെഡാണ്, മാറിയിട്ടില്ല ഇതുവരെ. Tirupati, Chennai Central, Garudadri Express. शून्य 4 तिरुपति चेन्नई सेंट्रल गरुडाद्रि एक्सप्रेस आवती पेरंबूर प्लेटफॉर्म नंबर 5 से कोयली रेलवे रवाना होगी. Your attention please. Train number 1 അപ്പുറത്ത് ഗരുഡാദ്രി എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. തിരുപ്പതി ചെന്നൈ ഗരുഡാദ്രി എക്സ്പ്രസ് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. എനിക്ക് അമ്മനെ ഫസ്റ്റ് വിടാൻ വേണ്ടിയാണ് നമ്മളവിടെ നിർത്തുന്നത്. ആ കിടക്കുന്നതാണ് ഗരുഡാദ്രി എക്സ്പ്രസ്. തിരുപ്പതിയിൽ നിന്ന് വന്ന വണ്ടിയാണത്. നിർത്തി. എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാന്ന് വെച്ചു. കാര്യം ചിലപ്പോൾ കുറച്ച് നേരം കടന്നു വരും. ഞാൻ അത് പെട്ടെന്ന് അൺപാക്ക് ചെയ്ത് കാണിച്ചു തരാം ഇത് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇതൊക്കെയാണെന്ന്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊങ്കലാണ്. പൊങ്കൽ, ചട്നി, സാമ്പാർ, വട. ഓക്കെ, ക്വാണ്ടിറ്റി കുറവാന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് കോൺഫ്ലെക്സ് കഴിച്ചുകൊണ്ട് നമുക്ക് സീനില്ല. ടേസ്റ്റ് നോക്കണ്ടേ? ടേസ്റ്റ് നോക്കണം. പൊങ്കലിൻ്റെ നല്ലോണം തണുത്ത് പോയി, കൊള്ളാൻ. പക്ഷേ സ്വാദുണ്ട്, നല്ലോണം കോൾഡാണ്. സാമ്പാർ കുഴപ്പമില്ല. ചട്നിക്ക് നല്ല എരിവ്, പക്ഷേ സംഭവം കൊള്ളാം, കിടക്കും. ഓവറോൾ ഫുഡ് കൊള്ളാം. കുറച്ച് നേരം കിടന്നിട്ട് വേണ്ടത് ഇപ്പോൾ പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആ ഗ്യാപ്പിൽ ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം കഴിച്ച് കിട്ടും. ചായ വരാൻ പറ്റില്ല, ചായ തരം ഒന്നുമില്ല. ഇനിയിപ്പോൾ 9:08 പുറപ്പെട്ടു. ഇപ്പോൾ 9:09. ജസ്റ്റ് അരക്കോണത്തുനിന്ന് പുറത്തു വിട്ടിറങ്ങുന്നു. കുറച്ചധികം നേരം നമ്മളിവിടെ പോസ്റ്റാക്കി വരും. ഞാൻ അപ്പുറത്തെ സൈഡ് ഇവിടെ യാർഡ് മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അവർക്കൊന്നും കാണാനില്ല. നമ്മൾ നേരെ മെയിൻ ലൈനിലോട്ട് കയറി തോന്നുന്നു കേട്ടോ. ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. സ്ലോ ലൈനിൽ തന്നെ കേട്ടോ, ഫാസ്റ്റ് ലൈനിലോട്ടൊന്നും കാര്യമൊന്നുമില്ല. സ്ലോ ലൈനിൽ തന്നെയാണ്. കാണാൻ അരക്കോണം ഇലക്ട്രിക് ലോക്കോ ഷെഡാണ്. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് തന്നെ മെയിൻ ലൈനിലോട്ട് കയറാം, ഫാസ്റ്റ് ലൈനിലോട്ട്. ഈ നമ്മളിപ്പോൾ ഈ ഇറങ്ങുന്ന ലൈൻ സബർബൻ ലൈനാണ്. അപ്പോൾ കയറാൻ പോകുന്നതാണ് ഫാസ്റ്റ് ലൈൻ. ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നേരെ അടിച്ച് പുറത്ത് കഴിഞ്ഞ് സെൻറ്ററിലോട്ടാണ് പോകുന്നത്. ഇനി ഒരു സെറ്റ് പോയിൻറ്റ്സ് കൂടെ കടന്നിട്ട് വീണ്ടും ലെഫ്റ്റോട്ട് കയറി അപ്പ് ഫാസ്റ്റ് ലൈനിലോട്ട് കയറും. ഞാൻ ഇലക്ട്രിക് ലോക്കോ ഷെഡ് അരക്കോണം. ഇവിടെ നിന്നാണ് നമ്മൾ ഫാസ്റ്റ് ലൈനിലോട്ട് കയറുന്നത്. അവിടെ പച്ചയാണ്. നമ്മളൊരു ഷോർട്ട് ട്രേക്ക് തന്നെ പെട്ടെന്ന് കയറി തീരും. കയറി തീർന്നാൽ വീണ്ടും നമ്മൾ 130 പറക്കാൻ നോക്കും. ഈ സ്ട്രെച്ചിൽ ഒരിക്കൽ വന്ദേ ഭാരത് കയറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അന്യായ കയറ്റമില്ല. ആ
അരക്കോണം വഴി കയറി വന്നു, ഇങ്ങോട്ട് കയറി ഷട്ടയെന്ന് സ്പീഡ് പിടിച്ചു. നമ്മുടെ ഒരു വീഡിയോയിൽ അത് കാണാൻ പറ്റും, നമ്മുടെ ബാംഗ്ലൂർ ശതാബ്ദി എക്സ്പ്രസിൻ്റെ വീഡിയോയിൽ. നമ്മൾ മെയിൻ ലൈനിലോട്ട് കയറി മുഴുവനായിട്ട്. അങ്ങനെ പുലിയാമംഗലം സ്റ്റേഷൻ. അങ്ങനെ സ്റ്റീം ഷെഡിൻ്റെ പഴയ വാട്ടർ ടാങ്ക് കണ്ടോ, പഴയ വാട്ടർ ടാങ്കാണ്. പണ്ടത്തെ സ്റ്റീം ലോക്കോ ഷെഡിൻ്റെ കാലത്തെ വാട്ടർ ടാങ്കാണ്. ഇലക്ട്രിക് ലോക്കോ ഷെഡ്. ഇപ്പോൾ വാട്ടർ ടാങ്ക് ഫംഗ്ഷനിങ് ആണെന്ന് തോന്നുന്നു. നമ്മൾ പോയിൻറ്റ്സ് ഒക്കെ കടന്നു. പുലിയാമംഗലം സ്റ്റേഷനാണ്. ഓപ്പോസിറ്റ് സൈഡിൽ അരക്കോണത്തേക്കുള്ള ഒരു ലോക്കൽ വന്നിട്ടുണ്ട്. അരക്കോണ തിരുത്തണി ലോക്കലാണ്. അപ്പോൾ ഫാസ്റ്റ് ലൈനിലോട്ട് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇനി ഒന്നും നോക്കാനില്ല. ഇനി വെച്ച് വറുത്തങ്ങ് പോവാം. നമ്മുടെ ഫ്രണ്ടിൽ 12696ഉം ഗരുഡാദ്രി ഉണ്ട്. രണ്ടും നമ്മുടെ മുന്നേ തന്നെ പോകേണ്ട വണ്ടികളാണ്. അവർ രണ്ടുപേരും നമ്മുടെ മുന്നിലും ഓടി സെൻറ്ററിൽ പോയി കയറും. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ യാത്ര ഏകദേശം തീരാറായി. നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു 12-15 മണിക്കൂറായിട്ട് നമ്മുടെ വീടായിരുന്നു. ഫസ്റ്റ് AC കൂപ്പയാണിത്, ഫസ്റ്റ് AC ക്യാബിനാണിത്. 4 പേരെ ക്യാബിനായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതിനകത്ത്. കഴിഞ്ഞ കുറച്ച് ഫസ്റ്റ് AC റൈഡായിട്ട് നമുക്ക് നല്ല ഭാഗ്യമുണ്ട്. ഇപ്പോൾ രാജധാനിയിൽ നമുക്ക് എൻഡ് ടു എൻഡ് നമ്മൾ ഒറ്റയ്ക്കായിരുന്നു കൂപ്പയ്ക്കകത്ത്. ഇന്നിപ്പോൾ ഈ വണ്ടിക്കകത്ത് നമ്മൾ എൻഡ് ടു എൻഡ് ഇതിനകത്ത് 4 സീറ്റർ ക്യാബിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. ബാക്കി 3 പേർക്ക് കോയമ്പത്തൂർ ബോർഡിൽ നിന്നാണ് ചാർട്ടി കാണിച്ചത്. എനിക്കൊന്ന് കോയമ്പത്തൂർ കോട്ടയായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും ആൾ കയറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ചെന്നൈ എത്താറായി. നമുക്കൊരു കഷ്ടിലും 40 കിലോമീറ്റർ കൂടി ബാക്കിയുള്ളൂ ചെന്നൈയിലേക്ക്. നമ്മൾ അതേ താമസിച്ച് ചെന്നൈയിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മൊത്തത്തിലുള്ള കണ്ടൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വൃന്ദാവൻ കാറ്ററേഴ്സാണ് ഇതിൻ്റെ കാറ്ററിങ്. വലിയതായിട്ടൊന്നും പറയാനില്ല. ഫുഡ് ഓക്കെ, അത്രേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ക്വാണ്ടിറ്റി തീരെ കുറവായിരുന്നു. പൊങ്കൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരുന്നു. കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. സെക്കൻഡൊന്നും വേണമെന്നും ചോദിച്ചു വന്നൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചായ സെർവ് ചെയ്തതുമില്ല, ഞാൻ ചോദിക്കാനും പോയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ വൃന്ദാവൻകാർ പട്ടിയുടെ വാലിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. എത്ര കാലം കുഴലിട്ടല്ലോ നന്നാവാൻ പോകുന്നില്ല. വന്ദേ ഭാരത് എക്സ്പ്രസ് അങ്ങനെ തന്നെയായിരുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് കൊള്ളാൻ കലക്കിയത് അവന്മാരാണ്. ഇപ്പോൾ ഇതിനകത്തും അവന്മാർ തന്നെയാണ് കാറ്ററിങ്. ഇപ്പോഴത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളിലെ കാറ്ററിങ് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. നമ്മൾ ചെന്നൈ എത്താറായി. ഇനി കുറച്ചും കൂടി ചെന്നൈ എത്തുന്നത് എന്തായാലും പുറത്തുനിന്ന് കാണിക്കും. ഞാൻ ജസ്റ്റ് ഈ ഇൻറ്റീരിയേഴ്സ് കാലിയത്തന്നെ കടന്നൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ചെന്നൈയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല പുകമണമുണ്ട്. പടക്കൽ സീസണല്ല, ദീപാവലി അല്ല, ഇതിൻ്റെ മൊത്തത്തിൽ ഫോഗിയാണ്. ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. മഴ പെയ്താൽ പണി പാടും. മഴ പെയ്താൽ പണി പാടും. കാരണം നമുക്ക് എന്താ പുറത്തിറങ്ങാൻ പറ്റില്ല. ചെന്നൈയിൽ എനിക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകും. ഇന്ന് തന്നെ ചെന്നൈയിൽ തിരിച്ചു പോകും. കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഈ മഴയാണെന്നുണ്ടെങ്കിൽ പെട്ടുപോകും. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ യാത്രയുടെ അവസാനത്തേക്ക് എത്താറായി. നമ്മൾ ചെന്നൈ സെൻട്രലിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ചെന്നൈ സബർബൻ ലിമിറ്റ്സിലാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു 22 കിലോമീറ്റർ. അപ്പോൾ ഏകദേശം നമ്മൾ ആവടിക്കൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അവിടെ അല്ലെങ്കിൽ തിരുവള്ളൂർ അല്ല, ആവടി ആവാറായിട്ടുണ്ടാവണം. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നല്ല മഴയായി. നമ്മൾ എന്താ പറയുക, ചെന്നൈയിലെ മഴ പിടിച്ചില്ല എന്ന് പറയണ്ട. അപ്പോൾ ആവടി സ്റ്റേഷനിലേക്ക് കയറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവടിയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 21 കിലോമീറ്ററും കൂടി ഉണ്ട് നമുക്ക് യാത്ര ബാക്കി. അപ്പോൾ എന്താ പറയുക, ചെന്നൈയിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മഴ പെയ്താൽ നമുക്ക് പണി കിട്ടും. വലിയ പണിയൊന്നുമില്ല, എനിക്ക് കുറച്ച് നേരത്തെ പണിയുള്ളൂ. ഞാൻ ഉച്ച കഴിയുമ്പോൾ തന്നെ തിരിച്ച് പോകും. തിരിച്ചുള്ളതൊരു അടിപൊളി ട്രെയിനാണ് യാത്ര. ഇത് ജസ്റ്റ് 2 ദിവസം അവധി കിട്ടിയപ്പോൾ ആ അവധി യാത്ര ചെയ്ത് എൻജോയ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു ബെമൽ ബിൽറ്റ് EMU എടുക്കുന്നുണ്ട് ചെന്നൈ സെൻട്രലിലോട്ട് പോകുന്നത്. ഇതിന് ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. മെട്രോ ട്രെയിനുകൾ പോലത്തെ ഒരു ഡിസൈനാണിത്. അൺപെയിൻറ്റഡ് ആണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ സർഫസ്. മെട്രോ ട്രെയിനുകളെ അനുസ്മരിപ്പിക്കുന്ന ഡിസൈനാണ് ഇത്. ബെമൽ ബിൽറ്റാണ്, BML ബിൽറ്റാണ്. എന്തുകൊണ്ടും പിന്നീട് അങ്ങോട്ട് BML ബിൽറ്റ് റേക്കുകൾ വന്നില്ല. പിന്നീട് റെയിൽവേ ICF മാത്രമല്ല. ഇനി
ഇങ്ങനത്തെ റേക്കുകൾ വന്ന് അടിപൊളിയായിരുന്നു. ഇങ്ങേറ്റത്തെ സാധാരണ കോച്ചാണ്. അപ്പുറത്ത് കുറച്ച് ഫ്രഷ്ലി POH ചെയ്ത കോച്ചുകൾ കിടക്കുന്നുണ്ട് യാർഡിൽ. എല്ലാം POH, പുത്തനല്ല കേട്ടോ, 22 ഒക്കെയാണ്. എല്ലാം POH കഴിഞ്ഞ് കിടക്കുന്ന കോച്ചാണ്. 2 tier-ഉം 3 tier-ഉം സ്ലീപ്പറും ജനറലും എല്ലാം ഉണ്ട്. മിക്സ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതാണ് ആവടി കാർ ഷെഡ്. EMU കാർ ഷെഡാണ്. കേരളത്തിൽ നമ്മൾ ഒരുപാട് മെമുകളിൽ AVD എന്നുള്ള മാർക്കിംഗ് കണ്ടിട്ടുണ്ടാവും. ആ AVD ആണിത്, ആവടി കാർ ഷെഡ്. ഇത് സബർബൻ EMUസും അതുപോലെ മെമു ട്രെയിനുകളും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാർ ഷെഡാണ്. സബർബൻ EMU മെമുവും രണ്ടും രണ്ടാണ്. സബർബൻ EMU റേക്കുകൾ സാധാരണ മെയിൻ ലൈനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സബർബൻ EMUയുടെ റേക്കിന് വീതി കൂടുതലാണ്. അകത്ത് കിടക്കുന്ന പച്ചയും ഇപ്പുറത്ത് കിടക്കുന്ന രണ്ട് മെമു ആണ്. അതിനപ്പുറത്ത് കിടക്കുന്നത് EMU ആണ്. ഇതിനുള്ളിൽ സ്റ്റേഷൻ ചെന്നൈ സെൻട്രലിലേക്കുള്ള EMU ആണ്. അത്യാവശ്യം VFR ട്രാഫിക് ഉണ്ട്. ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. നമ്മൾ സ്പീഡ് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ EMU നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകും. കയറിപ്പോന്നുണ്ടോ? അതിൻ്റെ ഫ്രണ്ടിൽ മാസ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? മാസ് MASS. അത് ചെന്നൈ സെൻട്രൽ സബർബൻ്റെ സ്റ്റേഷൻ കോഡാണത്. മാസ് എന്ന് പറയുന്നത് മാസ് ഓവർടേക്കാണ്. അതാ പോകണം. കാര്യമൊന്നുമില്ല, അതിൻ്റെ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓവർടേക്കൊന്നുമില്ല, അതിപ്പോൾ നിൽക്കും. ഇതൊക്കെ HCPVC സ്റ്റേബിൾ ചെയ്തിരിക്കുന്ന കേട്ടോ. അമ്പത്തൂർ സ്റ്റേഷനാണ്, അമ്പത്തൂർ. സമയം 9:51 ആയതേ ഉള്ളൂ. നമ്മൾ അമ്പത്തൂർ സ്റ്റേഷൻ എത്തി. ഇനി ഒരു 15 കിലോമീറ്ററും കൂടി ഉള്ളൂ നമുക്ക്. നമ്മുടെ അറൈവൽ ടൈം 10:25 10:15 അല്ല, 10:25 നമ്മുടെ അറൈവൽ ടൈം. നമുക്കിനി ഏകദേശം അരമണിക്കൂറിന് മേലെ സമയമുണ്ട് ഓടിയെത്താൻ, 15 കിലോമീറ്റർ ഓടിയെത്താൻ. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. മിക്കവാറും നമ്മളവിടെ ബേസൻ ബ്രിഡ്ജിലോ ഒക്കെ പിടിച്ചിടും. ചെന്നൈയിലെ പഴയ പച്ച EMUs മിക്കവാറൊക്കെ ഡിസപ്പിയർ ചെയ്ത് തുടങ്ങി. മിക്കവാറും എല്ലാം ഇങ്ങനത്തെ പുതിയ EMUs ആണ്. പുതിയ EMUയുടെ എന്ന് വെച്ചാൽ ജയിൽ പോലത്തെ ഗ്രില്ലാണ്, വിൻഡോ ഗ്രില്ല്. അത് ഭയങ്കര ഉപദ്രവമാണത്. അത് ശരിക്കും മുംബൈയിൽ ഈ കല്ലേറിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫിറ്റ് ചെയ്തതാണ്. ബോംബെയിൽ ഭയങ്കര കല്ലേറാണ്. ബോംബെയിലെ ലോക്കൽ ട്രെയിനുകളിൽ കല്ലേറിൽ നിന്നും യാത്രക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഈ ഗ്രില്ല്, ഇങ്ങനത്തെ മെഷ് ടൈപ്പ് ഗ്രില്ല് വെച്ചത്. അതിപ്പോൾ EMUവിനെ എല്ലാ സ്ഥലത്തും ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തു. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സാധനം. അമൃത് ഭാരതിലേക്ക് കിടക്കുന്നതാണ് ICF സൈഡിങ്. ഏതോ ട്രെയിനിൻ്റെ MT റേക്ക് വരുന്നത്. അപ്പോൾ അകത്ത് കാണുന്നതാണ് ICF സൈഡിങ്. ഇത്
ശരിക്കും ഒരു റെയിൽവേ ലൈൻ ആയിരുന്നത്, അണ്ണാനഗറിലേക്ക് പോകുന്ന റെയിൽവേ ലൈൻ ആയിരുന്നു. അണ്ണാനഗറിലേക്ക് ഇപ്പോൾ ട്രെയിനുകൾ ഓടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ആ സൈഡിൽ മൊത്തം ഐസ് ചെയ്യപ്പെട്ട് റേക്കുകൾ പാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. തിരുവള്ളൂരിലേക്ക് പോകുന്ന അടുത്ത EMU. ഈ റോഡിൻ്റെ 37435 ആപ്സ് സംഗമിത്ര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അതായത് ദാനാപൂരിൽ നിന്നും SMT ബംഗളൂരിലോട്ട് പോകുന്ന സംഗമിത്ര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ദീപാവലിയായിട്ട് റേക്കിൽ അത്യാവശ്യം തിരക്കുണ്ടല്ലോ. സാധാരണ ഇതിൽ ഈ നോർത്തിൻ്റെ പ്രത്യേകിച്ച് ബീഹാറിൽ നിന്നുള്ള ആൾക്കാർ ദീപാവലി കഴിഞ്ഞ് ചട്ടം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നു. എന്നിട്ട് ദീപാവലിക്ക് ഇങ്ങോട്ട് വരാൻ. സാധാരണ ഇതിൽ ബീഹാർ ട്രെയിനുകൾ യാത്ര ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ്. കരിപ്പോ ഉള്ള ഇവരൊക്കെ അവരുടെ നാട്ടിൽ പോയിട്ട് ഇവിടെ ആരും ഉണ്ടാവാറില്ല. ഇന്ന് പക്ഷേ ഈ ട്രെയിൻ നല്ല തിരക്കുണ്ട്. ഫാസ്റ്റ് തിരുച്ചനൂർ ഫാസ്റ്റ്. ഇത് തിരുപ്പതിയിൽ മറ്റേ സ്റ്റേഷൻ വർക്ക് നടക്കുന്ന ട്രെയിൻ ഷോർട്ട് ടേമിനേറ്റഡ് ആണ് തോന്നുന്നു. മറ്റേ തിരുപ്പതി മെമോ ആയിരുന്നത്. നമ്മളങ്ങനെ വ്യാസർപാടി ജീവ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് തിരിയുന്നത്. ഇപ്പം നമ്മൾ ക്ലിയർഡ് ആണെന്ന് തോന്നുന്നു ഓൾറെഡി. ഇവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നേരെ ടുവേർഡ്സ് ബേസിൻ ബ്രിഡ്ജ് പോകും. അത്യാവശ്യം സ്പീഡുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിയർഡാണ്. നമ്മൾ നേരെ കയറി അങ്ങ് പോകും. നമ്മളത് റൈറ്റിലോട്ട് കയറി. നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന ലൈനുകൾ നേരെ റോയപ്പുരം അതുവഴി ചെന്നൈ ബീച്ചിലേക്ക്. റോയപ്പുരം ആയിരുന്നു സദേൺ റെയിൽവേയുടെ ഒറിജിനൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്. റോയപ്പുരം മാറി റോയപ്പുരം മതിയാവാണ്ടായപ്പോഴാണ് ചെന്നൈ സെൻട്രലിൽ പോണത്. നമ്മളങ്ങനെ ചെന്നൈ സെൻട്രലിൽ അങ്ങോട്ട് തിരിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോയി തിരിച്ച് നോക്കിയപ്പോൾ വണ്ടി ബേസിൻ ബ്രിഡ്ജ് കടന്നു കേട്ടോ. നമുക്ക് നിർത്തേണ്ടി വന്നില്ല. പരീക്ഷണം ഇല്ലാണ്ട് തന്നെ നമ്മൾ കടത്തി വിട്ടു. ഇതാണ് ചെന്നൈ സെൻട്രൽ ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷനിലെ ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. ഫുള്ളകണ്ട നിറഞ്ഞ് കുത്തി നിറച്ച് ലോക്കോസാണ്. അങ്ങ് അറ്റത്തൊരു വിസ്താഡോം ലിവറീഡ് SLRD കോച്ച് കിടക്കുന്നു. നമ്മൾ ഒന്നിലേക്ക് തന്നെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒന്നിലേക്കായിരിക്കുന്നത്. ഒന്നിലേക്ക് തന്നെ റൂട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നത്. കണ്ടോ ആ ഗ്യാപ്പ് കൂടെ കണ്ടോ. ഒരു വിസ്താഡോം ലിവറീഡ്
കോച്ച് SLR കോച്ച്. ഏതാ ട്രെയിനെന്ന് അറിയില്ല, സദേൺ റെയിൽവേയുടെ കോച്ചാണിപ്പോൾ അത്. നമ്മളങ്ങനെ മെയിൻ ലൈൻ സൈഡിലോട്ട് കയറുകയാണ്. ഈ റൈറ്റിൽ കാണുന്ന EMU സബർബൻ സൈഡിൽ നിന്ന് വന്നിട്ട് ഇത് ടുവേർഡ്സ് മറ്റേ വില്ലിവാക്കം സൈഡിലോട്ട്, കുറുക്കുപേട്ട് സൈഡിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. വില്ലിവാക്കം അല്ല, കുറുക്കുപേട്ട് സൈഡിലോട്ട് പോകാൻ വേണ്ടി. അതായത് നമ്മൾ കടന്നാലേ അവന് ട്രാക്ക് കടന്നു കൊണ്ട് പോകണം. അതിനോട് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇനിയും പോയിന്റ്സ് കടന്ന് ഇടത്തോട്ട് പോകും. ഇതേതാണോ ആ ട്രെയിന്? ചെന്നൈ സെൻട്രൽ അഹമ്മദാബാദ് നവജീവൻ എക്സ്പ്രസ്. ഇയാളെന്തീ കാണിക്കുന്നത്? അപ്പോൾ നമ്മൾ ചെന്നൈ സെൻട്രലിലോട്ട് കയറുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 1 നമുക്ക് പോകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 വരിക. എറണാകുളംകാരനായ 16802 WDM3A വണ്ടിയാർപ്പേട്ടാണിപ്പോൾ ഷണ്ടിങ് പണിക്കാരിവിടെ കിടക്കുന്നത്. നമ്മൾ പോയിൻറ്റ്സൊക്കെ കടന്ന് ഒന്നിലോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ചെറിയ റേറ്റാണ്. സാധാരണ ഇതിൽ പ്ലാറ്റ്ഫോം 1 എടുക്കാറ്. ഇത് നമ്മുടെ മുന്നേ വന്നവനാണെന്ന് തോന്നുന്നു, 12696. അങ്ങനെ എല്ലാവർക്കും ചെന്നൈ സെൻട്രലിലേക്ക് സ്വാഗതം. അതായത് 12696 നമ്മൾ മുന്നേ വന്ന വണ്ടി. ലെഫ്റ്റ് സൈഡിലോട്ട് കാണുമ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്ന് കണ്ടേക്കാം. അപ്പോൾ നമ്മളങ്ങനെ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്, പ്ലാറ്റ്ഫോം നമ്പർ 1. സെൻട്രലിൽ നിന്നിട്ടില്ല തരാം, അതോടെ കയറുന്നേ ഉള്ളൂ. നമുക്കെന്നാൽ പോയി നമ്മുടെ ലഗേജൊക്കെ എടുത്ത് ഇറങ്ങാം. അപ്പോൾ കഴിഞ്ഞ 15 മണിക്കൂർ നമ്മുടെ വീടായിരുന്ന എച്ച് ക്യാബിനോട് വിട പറയാനുള്ള സമയമായി. ഇതായിരുന്നു നമ്മുടെ എച്ച് ക്യാബിൻ. അപ്പോൾ ഈ യാത്ര എങ്ങനെയുണ്ടായിരുന്നു ഫോക്സ്? യാത്ര എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് AC എങ്ങനെയുണ്ടായിരുന്നു? ഇതാണ് 22208 തിരുവനന്തപുരം സെൻട്രൽ, ചെന്നൈ സെൻട്രൽ AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് AC യാത്രാ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. രാജധാനി എക്സ്പ്രസ് വെച്ച് നോക്കുമ്പോൾ വളരെ ശുഷ്കമായ ഒരു അനുഭവമായിരുന്നു. രാജധാനി എക്സ്പ്രസ്സിൽ സ്റ്റാഫ് അടിപൊളിയായിരുന്നു. ഇതിലതൊന്നുമില്ല. ഇതിലവർ ആ സമയത്ത് കൊണ്ടുവന്ന് ഫുഡ് കൊണ്ടുവന്നായിരുന്നു എന്നല്ലാണ്ട് പിന്നെ വന്നിട്ട് എന്തെങ്കിലും വേണമെന്നോ ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടീ സർവ് ചെയ്ത് പോലും ഇല്ല. അപ്പോൾ അതൊന്നും അവർ അന്വേഷിക്കുന്നൊന്നുമില്ല. ബാക്കി വിശേഷം നമുക്ക് ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്നാൽ പിന്നെ ഞാനൊന്നും മറന്നിട്ടൊന്നുമില്ല. ഒരു AC ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഈ കോച്ചിനോട് വിട പറഞ്ഞുകൊണ്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഈ യാത്ര നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടാവുന്നിരിക്കുന്നു. ഞാൻ ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മളിവിടെ വരെ കൊണ്ടുവന്ന് 30578 അതോടൊപ്പം ബാക്കിൽ നമ്മുടെ സെൻട്രൽ സ്റ്റേഷൻ്റെ ഡോം കാണാൻ പറ്റും. അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വീഡിയോ മുഴുവൻ കണ്ടുവന്നിരിക്കുന്നു. നിങ്ങളെ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കമൻ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും വീഡിയോ എങ്ങനെ ഉണ്ടാകുന്നതിനെ പറ്റി കമൻറ്റ് ഇടണം. നമുക്കെന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ ഇവിടുന്ന് തിരിച്ചു വന്ന വീഡിയോ കൂടി ഉണ്ട്, അതിൽ നമുക്ക് വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you very soon in the very next video. Bye-bye.